കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിലും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തെക്കുറിച്ചും സ്വർഗീയ ജീവിതത്തെക്കുറിച്ചും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് അനുവദിച്ചാൽ 1-2 ക്ലാസ്സുകൾ കൊണ്ട് അത് തീർത്തിട്ട് നരകം എന്ന വിഷയം കൂടെ എടുത്ത് ഈ ക്ലാസ് അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. നാം സ്വർഗത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ആശയം പ്രത്യാശയും അതാണ്. തിരുവചനത്തിൽ നമുക്ക് ആവശ്യമുള്ള പ്രകാശം, നമ്മുടെ പ്രത്യാശയ്ക്ക് വേണ്ടതൊക്കെ നൽകിയിട്ടുണ്ട്. പത്രോസ് രേഖപ്പെടുത്തിയ പോലെ നമ്മുടെ ഭക്തിക്കും ജീവനും ആധാരമായതൊക്കെ നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. നമ്മൾ പല കാര്യങ്ങൾ സ്വർഗത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വർഗം ഒരു യഥാർത്ഥ സ്ഥലമാണ്. ആ സ്വർഗീയ ജീവിതം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ പ്രാധാന്യത അർഹിക്കുന്ന, സാധാരണ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ, സംശയങ്ങൾ ദൂരീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ചിന്തിച്ചു, സ്വർഗത്തിൽ പരസ്പരം തിരിച്ചറിയുവാൻ കഴിയും. വളരെ വ്യക്തമായി തിരുവചനത്തിലെ തെളിവുകൾ മൂലം നമ്മൾ പരിശോധിക്കുകയുണ്ടായി. വളരെ വ്യക്തമായി പരസ്പരം നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളപ്പോൾ പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, സ്വർഗത്തിൽ എങ്ങനെ തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ ഭാര്യ-ഭർതൃബന്ധം സ്വർഗത്തിലുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഭാര്യ-ഭർതൃബന്ധം, ചിലർക്ക് ഭാര്യ-ഭർതൃബന്ധം തുടരണം, ചിലർക്ക് വേണ്ട, ഇവിടെ വെച്ച് അങ്ങ് അവസാനിച്ചാൽ മതി. നമുക്ക് എന്താണ് തിരുവചനം അതിനെക്കുറിച്ച് പറയുന്നതെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. 1 കൊരിന്ത്യർ 7-ാം അധ്യായം. 1 കൊരിന്ത്യർ വേദപുസ്തകം എന്ത് പറയുന്നു എന്ന് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ആ വിഷയങ്ങൾ ശ്രദ്ധിക്കുകയാണ്. ബൈബിള് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് തെറ്റായ ധാരണകൾ തിരുത്തുവാനും മാത്രമല്ല സത്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനും നമുക്ക് സാധിക്കും. ഭാര്യ-ഭർതൃബന്ധം സ്വർഗത്തിൽ ഉണ്ടോ? ഫാമിലി മെമ്പേഴ്സ്, ഞാൻ ഓർത്ത പോലെ ഭാര്യ, മക്കള്, ഇങ്ങനെയുള്ള ബന്ധങ്ങളൊന്ന് അവിടെ ഉണ്ടോ എന്ന് നോക്കാം. 1 കൊരിന്ത്യർ 7-ാം അധ്യായം നമുക്ക് 2-3 വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ ചാപ്റ്റർ 7 അതിൻ്റെ 29 തൊട്ട് 31 വരെയുള്ള വാക്യം. 29 തൊട്ട് 31 വരെ. എന്നാൽ സൗന്മാരെ, ഇതെന്ന് ഞാൻ പറയുന്നു, കാലം ചുരുങ്ങിയിരിക്കുന്നു. ഇനി ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും, കരയുന്നവർ കരയാത്തവരെ പോലെയും, സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയും, വിലയ്ക്ക് വാങ്ങുന്നവർ കൈവശം ആക്കാത്തവരെ പോലെയും, ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കട്ടെ. ഈ ലോകത്തിൻ്റെ രൂപം ഒഴിഞ്ഞു പോകുമല്ലോ. പൗലോസ് ഇവിടെ ഒഴിഞ്ഞു പോകുന്ന ഏതാണ്ട് 5 കൂട്ടം കാര്യങ്ങളെ എടുത്തു പറയുന്നു. ഈ ലോകത്തിൻ്റെ രൂപം ഒഴിഞ്ഞു പോകും. നമ്മളിവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ എന്തെല്ലാം ഒഴിഞ്ഞു പോകും. ഈ ലോകത്തിൻ്റെ രൂപം ഒഴിഞ്ഞു പോകും എന്നുള്ളത് ഇംഗ്ലീഷിൽ വായിച്ചാൽ ഫോർ ദ ഫോം ഓഫ് ദ വേൾഡ് ഈസ് പാസിങ് അവേ. ഫോം ഓഫ് ദ വേൾഡ് ഈസ് പാസിങ് അവേ. മാറ്റപ്പെടുന്ന കാര്യങ്ങളാണ് പൗലോസിലൂടെ നിരത്തി വെക്കുന്നത്. 1, വിവാഹം മാറിപ്പോകും, ദുഃഖം മാറിപ്പോകും, കരയുന്നവരെ കരയാത്തവരെ പോലെ. പിന്നെ ലോകപരമായ സന്തോഷങ്ങൾ മാറിപ്പോകും, ഉടമസ്ഥാവകാശങ്ങൾ മാറിപ്പോകും, ലോകത്തെ അനുഭവിക്കുന്നവർ അത് മാറിപ്പോകും. അങ്ങനെ ഏതാണ്ട് 5 കൂട്ടം കാര്യങ്ങൾ മാറിപ്പോകും. അതിൻ്റെ ശേഷം പൗലോസ് പറഞ്ഞു, ഈ ലോകത്തിൻ്റെ രൂപം, ഫോം ഓഫ് ദി വേൾഡ് മാറിപ്പോകും എന്ന് പറഞ്ഞു. ഗ്രീക്ക് ഭാഷയിലെ സ്കീമ എന്ന വാക്കാണ് ആ ഫോം അല്ലെങ്കിൽ രൂപം എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനർത്ഥം എന്താണെന്ന് പരിശോധിച്ചപ്പോൾ ജീവിത രീതി, കാര്യങ്ങൾ ചെയ്യുന്ന വിധം, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മാനർ ഓഫ് ലൈഫ്, വേ ഓഫ് ഡൂയിങ് തിങ്സ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന രീതികളും അല്ലെങ്കിൽ മാനർ ഓഫ് ലൈഫ്, ഈ ലോകത്തിൻ്റെ ജീവിത രീതികൾ അത് മാറിപ്പോകും. ആ മാറിപ്പോകുമെന്ന് ആദ്യം പറഞ്ഞ കാര്യം നമ്മൾ കണ്ടോ, കുടുംബജീവിതമാണ്. ഭാര്യമാരില്ലാത്തവർ ഇല്ലാത്തവരെ പോലെ എന്ന് പറഞ്ഞാൽ അവിടെ ഭാര്യ-ഭർതൃ ബന്ധമില്ല, അത് മാറിപ്പോകുന്നതാണെന്ന്, ഈ ലോകത്തിൻ്റെ രൂപം, ഫോം മാറിപ്പോകുന്നതാണെന്ന് വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2, സദൂക്യരും കർത്താവുമായിട്ടുള്ള സംഭാഷണം. നമുക്കറിയാം, സദൂക്യര് പുനരുദ്ധാനമില്ല എന്ന് പഠിപ്പിച്ച ഒരു കൂട്ടം ആളുകളാണ്. ആ സദൂക്യരും കർത്താവുമായിട്ട് പലപ്പോഴും സംഭാഷണം നടത്തുന്നത് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ വിഷയം സദൂക്യരും എന്ന് കർത്താവിനോട് ചോദിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ പരിചയമുള്ളതുകൊണ്ട് നമുക്ക് എല്ലാം വായിക്കേണ്ട. 23 തൊട്ട് 30 വരെയുള്ള വാക്യം വായിച്ചാൽ പുനരുദ്ധാനമില്ല എന്ന് പറയുന്ന സദൂക്യരും അന്ന് അവൻ്റെ അടുക്കൽ വന്ന് ഗുരു യഹൂദന്മാർക്ക് പ്രമാണം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരാൾ വിവാഹം കഴിച്ച് മക്കളില്ലാതെ ഭർത്താവ് മരിച്ചു പോയാൽ
ആ സഹോദരൻ അവളെ വിവാഹം കഴിച്ച് മക്കളെ ജനിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഇവർ വന്ന് കർത്താവിനെ പുനരുത്ഥാനമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി പരിശോധിക്കുന്ന അല്ലെങ്കിൽ പരീക്ഷിക്കുന്ന ഒരു ഭാഗമാണ് ഈ രേഖപ്പെടുത്തിയത്. 7 സഹോദരന്മാരങ്ങനെ വിവാഹം കഴിച്ച് മരിച്ചുപോയി. പുനരുത്ഥാനത്തിൽ ഇപ്പോൾ ആരുടെ ഭാര്യ ആയിരിക്കുമെന്ന് കർത്താവിനെ ട്രാപ്പിലാക്കാനായിട്ട് ചോദിച്ചപ്പോൾ 30-ാം വാക്യം നോക്കിയാട്ടെ. കർത്താവ് പറഞ്ഞ മറുപടി: പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നതുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രേ ആകുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചോ ദൈവം അരുളി ചെയ്ത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? വളരെ വ്യക്തമായി കർത്താവോട് രേഖപ്പെടുത്തി, പുനരുത്ഥാന ജീവിതത്തിൽ വിവാഹമില്ല. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, നാം പുനരുത്ഥാനം പ്രാപിച്ച് രൂപാന്തരപ്പെടുന്നു. നാം വിവാഹം കഴിക്കുകയോ വിവാഹത്തിന് കൊടുക്കുകയോ ചെയ്യില്ല. ദൈവദൂതന്മാർക്ക് തുല്യരാകും. ദൈവദൂതന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നില്ല, അവർ വിവാഹം കഴിക്കുന്നില്ല. അപ്പോൾ പുതിയ നിയമസഭ അല്ലെങ്കിൽ പുനരുത്ഥാനം പ്രാപിച്ച ദൈവജനം വിവാഹം കഴിക്കത്തില്ല. എന്നാൽ അവർ തെറ്റിദ്ധരിക്കരുത്, ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ വിവാഹം കഴിക്കും. നാം രൂപാന്തരപ്പെട്ട് അല്ലെങ്കിൽ മരിച്ചവർ പുനരുത്ഥാനം പ്രാപിച്ച് കർത്താവിനെ എതിരേൽക്കാൻ മേഘങ്ങളിലേക്ക് എടുത്തുകൊള്ളപ്പെടുകയാണ്. നമ്മൾ വിവാഹം കഴിക്കത്തില്ല. എന്നാൽ ഈ ലോകത്തിൽ രൂപാന്തരം പ്രാപിച്ച് എടുത്തുകൊള്ളപ്പെടുന്നവരുടെ ശേഷം ആളുകളോട് ജീവിക്കുന്നുണ്ട്. അവരുടെ നീതിമാന്മാർ 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കുന്നു. അവർ വിവാഹം കഴിച്ച മക്കളെ ജനിപ്പിക്കുന്നു. അവർ പുതിയ ഭൂമിയിൽ പ്രവേശിക്കുന്നു. അവർ വീണ്ടും മക്കളെ ജനിപ്പിക്കുന്നു. പുതിയ ഭൂമി കഴിഞ്ഞും ആ ജനനം സംഭവിച്ചുകൊണ്ടിരിക്കും. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അവൻ്റെ രാജ്യത്തിൻ്റെ വർധനയ്ക്ക് അവസാനമുണ്ടാകില്ല. യെശയ്യാപ്രവചനത്തിൽ കർത്താവിൻ്റെ രാജ്യത്തെക്കുറിച്ച് പ്രവചിച്ചപ്പോൾ, ഓഫ് ദ ഇൻക്രീസ് ഓഫ് ഹിസ് കിങ്ഡം there shall be no end എന്ന് പറഞ്ഞാൽ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നാൽ നമ്മെ സംബന്ധിച്ച് പുനരുത്ഥാനം പ്രാപിച്ച നമ്മൾ വിവാഹം കഴിക്കത്തില്ല. മറ്റു വിധത്തിൽ പറഞ്ഞാൽ അവിടെ കുടുംബജീവിതമില്ല. ഇനി മറ്റൊരു കാര്യം പ്രത്യേകം ഓർക്കണം. വിവാഹം നടക്കുമ്പോൾ, ധാരാളം വിവാഹം ഞാൻ നടത്തിയിട്ടുണ്ട്. വിവാഹം നടത്തുമ്പോൾ ഓത്തിയൊല്ലി കൊടുക്കുന്നത് എങ്ങനെയാണ്? ഭാര്യ ഭർത്താക്കന്മാർ വളരെ വ്യക്തമായി ദൈവസന്നിധിയിൽ സാക്ഷികളുടെ മധ്യത്തിൽ ഓത്തെടുക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവരെയോ അല്ലെങ്കിൽ മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ. ഭാര്യ ഭർത്തൃ ബന്ധം മരണത്തോടുകൂടെ വേർപെടുകയാണ്. മരണം വരെയാണ് ആ ബന്ധം അന്ന് അവിടെ ഓത്തെടുത്തിരിക്കുന്നത്. അവിടെയാണ്. മറ്റൊരു വസ്തുത കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. സ്വർഗത്തിൽ കടന്നു ചെല്ലുമ്പോൾ പലർക്കും ആഗ്രഹമുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ ഇവിടെ നല്ല സ്നേഹമായിരുന്നവർ അവിടെയും സ്നേഹമായി ഒന്നിച്ചു പാർക്കണമെന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാട്ടെ. പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ, ആ വാക്യത്തിന് വളരെ ഇൻഡെപ്ത് മീനിങ് ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം, സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടതയും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും, നീ വേദനയോടെ മക്കളെ നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും. അനേക പാപം ചെയ്ത് വീണ ശേഷം അനേക ശാപം ദൈവം കൊടുത്തപ്പോൾ സ്ത്രീയോടൊരു കാര്യം പറഞ്ഞു, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടായിരിക്കും. ശാപമാണെന്ന് നമ്മൾ ചിന്തിക്കും, ആ ശാപം അനുഗ്രഹമാണ് സ്ത്രീക്ക്. വീണുപോയ സ്ത്രീയുടെ ആ സ്വഭാവം ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് ദൈവം അവൾക്ക് നന്മയാക്കി തീർക്കുകയായിരുന്നു. അവളുടെ ഒരു സ്വാർത്ഥമായ ഒരു സ്നേഹം അവളുടെ ഭർത്താവിനോടാകുക. അല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? നമ്മൾ പറയും ഇത് ശാപമായിരുന്നു എന്ന് പറയും. പക്ഷേ സ്ത്രീയുടെ നന്മയ്ക്കായിട്ടാണ് ആ ശാപം കൊടുത്തത്. എന്താ കാരണം? സ്വാർത്ഥപരമായൊരു സ്നേഹം. ഏത് ഭാര്യയ്ക്കും അവളുടെ ഭർത്താവിനോടൊരു അഭേദ്യമായ ബന്ധവും സ്നേഹമുണ്ട്. ഒരു സ്വാർത്ഥപരമായ സ്നേഹമാണ്. ആ സ്നേഹം ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, അവളുടെ സുരക്ഷിതത്വത്തിനു കൂടെയാണ്. അല്ലായിരുന്നെങ്കിൽ അവൾ എത്രയോ തെറ്റിപ്പോയനെ. നാം വളരെ വ്യക്തമായിട്ടൊരു കാര്യം ഓർക്കണം. ആ പാപത്തിൻ്റെ ഫലമായി സ്വാർത്ഥപരമായൊരു സ്നേഹത്തിലേക്ക് അവൾ നീങ്ങി. എന്നാൽ കർത്താവിൻ്റെ മടങ്ങിവരവിൽ നാം രൂപാന്തരപ്പെടുമ്പോൾ ഈ ശാപമൊക്കെ മാറും. അന്ന് പലപ്പോഴും ഓർക്കാറുണ്ട്, കുടുംബമായിട്ട് ഞങ്ങൾ ജീവിക്കുമോ? ഇന്ന് ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ദൈവം വിഭാവനം ചെയ്തതാണ്, അതങ്ങനെ തന്നെ ആയിരിക്കണം. നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെക്കൊണ്ട് സാധിക്കില്ല. നമുക്ക് സ്നേഹിക്കാൻ കഴിയും, പക്ഷെങ്കിൽ നമ്മെപ്പോലെ തന്നെ സ്നേഹിക്കാൻ കഴിയില്ല. എന്നാൽ അന്ന് നാം രൂപാന്തരപ്പെട്ട് അവനെപ്പോലെയായി മാറിക്കഴിയുമ്പോൾ ആ സ്വാർത്ഥ സ്നേഹം മാറി നമുക്ക് പരസ്പരം സ്നേഹിപ്പാൻ കഴിയും. യാതൊരു സ്വാർത്ഥതയുമില്ലാതെ സ്നേഹിപ്പാൻ കഴിയും. നാം ഓർത്തുകൊണ്ടിരുന്നത് പുനരുത്ഥാന ശേഷം വിവാഹം കഴിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. വിവാഹമില്ല, ഭാര്യ ഭർത്തൃ ബന്ധമല്ല. ആ സ്വാർത്ഥപരമായ സ്നേഹം മാറി അന്യോന്യം അളവറ്റ ഒരു സ്നേഹത്തിൻ്റെ
ഒരു ഒരു അവസ്ഥയിലേക്ക് നാം മാറും. അന്ന് ഒരു കുടുംബമായി നമുക്ക് ഒന്നിച്ച് പാർക്കുവാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നാം കടന്നു പോകും. മാത്രമല്ല നാം ഓർക്കണം, വേറെ ഒരു ഭാഗം നമ്മൾ ധ്യാനിച്ചതാണെങ്കിലും ഞാനത് ഒന്നുകൂടെ എടുത്തു പറഞ്ഞോട്ടെ. പഴയ നിയമ ഏടുകളിൽ മരിച്ചവരെ കുറിച്ച് പറയുമ്പോൾ അവർ അബ്രഹാമിനെ കുറിച്ച് ഉൽപ്പത്തി 25 8 വാക്യത്തിലുണ്ട്. നല്ല വയോധികനായി നല്ല പ്രാർത്ഥകൻ ചെന്ന് പ്രാണനെ വിട്ട് തൻ്റെ ജനത്തോട് ചേർന്നു. അത് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഇസാക്കിൻ്റെ മരണം, യാക്കോബിൻ്റെ മരണം, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ 2 അധ്യായത്തിൻ്റെ 10 വാക്യം. അഹ്റോനെ കുറിച്ച് പറയുമ്പോൾ സംഖ്യാപുസ്തകം 20 അധ്യായത്തിൻ്റെ 26 വാക്യം. ഇവിടെയൊക്കെ പഴയ നിയമ ഏടുകളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ പ്രാണനെ വിട്ട് തൻ്റെ ജനത്തോട് ചേർന്നു. തൻ്റെ ജനം എന്ന വാക്കിൽ വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു അവരുടെ കുടുംബ ബന്ധങ്ങളുള്ള ആളുകളും തന്നെ ചിന്തിക്കുന്നവരുണ്ട്. ഉദാഹരണമായിട്ട് എൻ്റെ പിതാവ് മരിച്ചുപോയി, എൻ്റെ ഗ്രാൻഡ് ഫാദേഴ്സ് മരിച്ചുപോയി, അവര് അപ്പുറത്തുണ്ട്. എന്നാൽ ഞാൻ മരിക്കുമ്പോൾ തൻ്റെ ജനത്തോട് ചേരുക എന്ന് പറയുമ്പോൾ അവരോടും അതുപോലെ തന്നെ വിശുദ്ധന്മാരോട് കൂടെ ചേരുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന, എന്നെ അറിയുന്ന ഒരു കൂട്ടം ജനമുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ മരിച്ചു കഴിഞ്ഞ് അമേരിക്കയിൽ നിന്ന് മരിച്ചു പോയവർ, റഷ്യയിൽ നിന്ന് മരിച്ചിട്ട് സ്വർഗത്തിൽ പോയവരോടും ഞാൻ പോയി ഇടപെടുമ്പോഴോ കർത്താവിന് എൻ്റെ ബന്ധത്തിലുള്ളവർ, എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട വ്യക്തികൾ, അങ്ങനെയുള്ളവർ മരിച്ചപ്പുറത്ത് പോയി ഞാൻ അവരോട് ഇടപെടുമ്പോൾ അവർക്കുള്ള പേരാണ് തൻ്റെ ജനം. യെസ്, തൻ്റെ ജനം. ദർ ഇസ് എ സ്പെഷ്യൽ റിലേഷൻ. ആ സ്വർഗത്തിൽ ആ ബന്ധം ഉണ്ടെന്നുള്ളത് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച പോലെ വീണ്ടും അത് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയും. ദാവീദ് പറഞ്ഞ വാക്ക് നമുക്കറിയാം. തൻ്റെ മകൻ മരിച്ചപ്പോൾ 2 ശമൂവേൽ 12:21 ബത്ശബയിൽ ജനിച്ച കുഞ്ഞ് മരിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഇനി അവൻ്റെ അടുക്കലേക്ക് പോവുകയുള്ളൂ. അതുപോലെ തന്നെ യാക്കോബ് യോസേഫ് മരിച്ചുപോയെന്ന് കരുതിയപ്പോൾ ഉൽപ്പത്തി 37:35 ഞാൻ എൻ്റെ മകൻ്റെ അടുക്കലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ അവിടെ അവരുടെ പ്രിയപ്പെട്ടവരോട് അടുത്ത് ചെല്ലുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും തിരുവചനം പഠിപ്പിക്കുന്നു. എന്നാൽ നമ്മൾ ഓർത്തതുപോലെ ഒരു ഭാര്യ ഭർത്തൃബന്ധം, കുടുംബബന്ധം, ഇന്ന് ആ ബന്ധം വളരെ ശ്രേഷ്ഠമായ ഒരു ബന്ധമാണ്. ആ കുടുംബം അങ്ങോട്ട് വലുതായി നമ്മളൊക്കെ ഒരു അപ്പൻ്റെ മക്കളെ പോലെ ആ സ്വർഗത്തിൽ കടന്നു ചെല്ലാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് അനേകർക്ക് ആശ്വാസമായ ഒരു കാര്യമാണ്. നമ്മൾ വീണ്ടും കാണും, അത് വലിയ ആശ്വാസമാണ്. ഞാനൊരു സംഭവ കഥ വായിച്ചത് ഓർക്കുന്നു. ഒരു ഡോക്ടറിൻ്റെ വൈഫ്, ഡോക്ടർ വളരെ ശാരീരികമായി തന്നെ നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ ഈ വൈഫ് വളരെ ഫ്രെയിലായിട്ടുള്ള, വളരെ ബലഹീനയായ ഒരു സ്ത്രീയായിരുന്നു. ഈ ഡോക്ടർ പെട്ടെന്ന് മരിച്ചുപോയി. അന്ന് ഇവരെ അറിയാവുന്നവരൊക്കെ പറഞ്ഞു, ഈ സ്ത്രീ ഇപ്പം മരിക്കുമെന്ന് പറഞ്ഞു. ഇവർ മരിച്ചു പോകും, ഇവരെങ്ങനെ ജീവിക്കും ഈ ഡോക്ടർ ഇല്ലാതെ എന്ന് ആളുകൾ പരുക്കാം. എന്നാൽ ഈ സ്ത്രീ മുന്നോട്ട് വിശ്വാസ ജീവിതത്തിൽ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയി. അവരുടെ വീട്ടിൽ കടന്നു ചെന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയുണ്ട്. ഈ ഡോക്ടർ തൻ്റെ ക്ലിനിക്കിൽ ഇരിക്കുമ്പോൾ ആ ഡോക്ടർ ആ ക്ലിനിക്ക് വിട്ടു പോകുമ്പോൾ താൻ സാധാരണ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഒരു ബോർഡ് തൂക്കിയിടുമായിരുന്നു, ഗോൺ ഔട്ട് ബാക്ക് സൂൺ. ഞാൻ ഇപ്പോൾ ഇവിടുന്ന് പോയി, പക്ഷെ പെട്ടെന്ന് മടങ്ങി വരും. ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ സ്ത്രീ ആ ബോർഡ് എടുത്ത് കൊണ്ടുവന്ന് അവരുടെ ലിവിങ് റൂമിൽ കൊണ്ടുവന്ന് തൂക്കിയിട്ടു. എല്ലാ പ്രാവശ്യവും നോക്കുമ്പോൾ അവർ വീണ്ടും ഉറപ്പ് പ്രാപിക്കുകയാണ്, ഹീസ് ഗോൺ ഔട്ട് ബട്ട് ഹീൽ ബി ബാക്ക് സൂൺ. തൻ്റെ പ്രിയപ്പെട്ടവൻ തന്നെ വിട്ടുപോയി, പക്ഷെങ്കിൽ പെട്ടെന്ന് അവർ കണ്ടുമുട്ടു എന്നുള്ള ആശ്വാസം അവർ വിശ്വാസ ജീവിതത്തിൽ ഉറച്ച് മുന്നോട്ട് പോകുവാൻ ആ സഹോദരിയെ അനുവദിച്ചുകൊണ്ടിരുന്നു. നമ്മൾ ഇനി നോക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ സ്വർഗീയ ജീവിതത്തിൻ്റെ ബന്ധങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും വലിയൊരു തെളിവിനെ ഞാൻ പറയാൻ പോവുകയാണ്. എൻകൗണ്ടറിങ് ഹെവൻ ബൈ ദ റിസൺ ജീസസ്. ഇതൊരു വ്യത്യസ്തമായൊരു പഠനമാണ്. പുനരുത്ഥാനം പ്രാപിച്ച ശേഷം യേശുക്രിസ്തു ഈ ഭൂമിയിൽ 40 ദിവസം ജീവിച്ചു, 40 days. ഈ 40 ദിവസം കർത്താവ് ഇവിടെ ജീവിച്ചു. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 1 അധ്യായത്തിൻ്റെ 3 വാക്യത്തിൽ വായിക്കുന്നു, താൻ ജീവിച്ചിരിക്കുന്ന അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. പ്രൂവ് ചെയ്യുകയാണ് 40 days. പിതാവിൻ്റെ മഹിമയിൽ അവൻ ജീവിച്ചെഴുന്നേറ്റു. കർത്താവ് ജീവിച്ചു. നമ്മൾ 1 കൊരിന്ത്യർ 15:20 വായിക്കുന്നുണ്ട്, ഹീ ഈസ് എ ഫസ്റ്റ് ഫ്രൂട്ട്. അവൻ മരിച്ചവരിൽ നിന്ന് ആദ്യഫലമായി പുനരുദ്ധാനം പ്രാപിച്ചു. നാം നേരത്തെ പഠിച്ചു, ഒരു സീഡ്, ഒരു വിത്ത് നിലത്ത് വിതയ്ക്കുന്നത് പോലെ വിതച്ചിട്ട് ആ വിത്ത് വളർന്നു വരുന്നത് പോലെ കർത്താവ് ആദ്യഫലമായിട്ട് പുനരുദ്ധാനം പ്രാപിച്ചു വരികയാണ്. ഇവിടെ ഒരു
പ്രത്യേക പഠനത്തിന് വേണ്ടി അത് പറയുകയാണ്. നോക്കാം, പുനരുത്ഥാനം എന്ന വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡീറ്റെയിൽ 2-3 ക്ലാസ് എടുത്തു. ഭയങ്കരമായ ഡിബേറ്റബിൾ ഒരു ടോപ്പിക്കായിരുന്നു. എന്താ കാരണമെന്ന് ഞാൻ പറയാം. ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ വ്യക്തിത്വം വീണ്ടും തുടർന്ന് കിട്ടുമെന്നുള്ളതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും പ്രധാനമായ ഒരു ടീച്ചിങ്. എന്താ കാരണം? മറ്റ് മതങ്ങളെ ഒന്ന് ഓർത്തു വയ്ക്കേ. ബുദ്ധിസ്റ്റുകൾ എന്താ പറയുന്നത്? ബുദ്ധിസ്റ്റുകൾ പറയുന്നത് അവസാനം നിർവ്വാണമടയും എന്ന് പറഞ്ഞാൽ എല്ലാം ചെന്ന് ഓൾ എന്ന് പറയുന്ന ദൈവത്തിൽ ചെന്ന് ഇതെല്ലാം അങ്ങ് ലയിക്കുകയാണ്. എവറിത്തിങ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ദ ഓൾ. നിർവ്വാണം അടയുക എന്ന് പറയും. ഹിന്ദുയിസത്തിൻ്റെ വിശ്വാസം എന്താണ്? റീഇൻകാർണേഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത ജന്മം, നമ്മൾ പുനർജന്മം. അത് ചിലപ്പോൾ വ്യത്യസ്തമായ രീതിയിലാകാം. മൃഗമാകാം, പക്ഷിയാകാം. അങ്ങനെ ഒരു വ്യക്തിത്വമല്ല, പുനർജന്മം. വേറെ ഒരു ജന്മത്തിൽ അത് ചെന്ന് അവസാനിക്കുകയാണ്. ബുദ്ധിസ്റ്റ് പറയുന്നു നിർവ്വാണം. നമ്മൾ നേരത്തെ ഓർത്തു, ബോംബെ ചെന്ന ഫാർസികളെ മുഖം ഇങ്ങനെ മൂടിക്കെട്ടി നടക്കുന്ന കാണാം. അതിനെക്കുറിച്ച് ഞാൻ വായിച്ചത്, അവരുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ പൂർവ്വപിതാക്കന്മാർ ഈ പുനർജന്മത്തിൽ ഈച്ചയോ വല്ലതുമായി പറന്നു കിടക്കുകയാണെങ്കിൽ അറിയാതെ, കഴിഞ്ഞ ദിവസം ഞാനിവിടെ നിന്നപ്പോൾ ഒരു കൊതുകിനെ അങ്ങ് വിഴുങ്ങി, അതുപോലെ അറിയാതെ വെല്ലുപ്പിച്ചനോ പൂർവ്വപിതാക്കന്മാരോ എല്ലാം പറന്നു കിടക്കുമ്പോൾ വായിൽ പോകാതിരിക്കാൻ അവർ മുഖം മൂടിക്കെട്ടിയിരിക്കുകയാണ്. എന്നാൽ ക്രിസ്ത്യാനിറ്റിയുടെ ടീച്ചിങ് നോക്കി എന്താണെന്ന് നോക്കി. ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുന്നു, പ്രത്യേകിച്ച് പുനരുത്ഥാനം എന്ന വിഷയമാണ് ക്രിസ്ത്യൻ ഡോക്ട്രിൻ്റെ അടിത്തറ, അല്ലെങ്കിൽ ഏറ്റവും കാതലായ ടീച്ചിങ്. നമുക്കതോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കാനായിട്ട് വലിയ ഒരു കാര്യം, നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 5:28, കല്ലറയിലുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ആരാ കേൾക്കുന്നേ? കല്ലറയുള്ളവർ. കല്ലറയിൽ ശരീരമാണ്, ആ ശരീരങ്ങൾ പുറത്തു വരും. വിക്ടർ ഹ്യൂഗോ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ രേഖപ്പെടുത്തിയത് ഞാനിങ്ങനെ കുറിച്ചെടുക്കുകയുണ്ടായി. ഗ്രേവ് ഈസ് നോട്ട് എ വൺ വേ സ്ട്രീറ്റ്, ഇറ്റ് ഈസ് എ തറോഫെയർ. അതായത് കല്ലറ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് വൺ വേ, ഒരു ഭാഗത്തോട്ട് മാത്രമല്ല, അത് തിരിച്ചും വരുന്നതാണ്. കല്ലറയിൽ നിന്ന് അവൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ പുറത്തു വരും. നാം ഓർത്തുകൊണ്ടിരുന്ന പോലെ പുനരുത്ഥാനം ഒരു വലിയ ഒരു സംശയ വസ്തുതയാണ്. ഇത് ചിന്തിക്കുമ്പോൾ മനസ്സിൽ ഓടി വരുന്ന നല്ലൊരു ദൃഷ്ടാന്തമുണ്ട്. യൂറോപ്പിലെ ചരിത്രം നമ്മൾ ഓർത്താൽ, യൂറോപ്പിൻ്റെ പടിഞ്ഞാറേ ചക്രവാളം, അവർക്ക് ചക്രവാളം കാണാം. ആ പടിഞ്ഞാറേ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കുന്നുണ്ട്. ആ യൂറോപ്പിലെ ആളുകളും ചിന്തകന്മാരും ചിന്തിച്ചു, ഈ ചക്രവാളത്ത്, പടിഞ്ഞാറേ ചക്രവാളത്തിന് അപ്പുറത്ത് ഏതെങ്കിലും രാജ്യമുണ്ടോ, ഭൂമിയുണ്ടോ? ഒരു കൂട്ടർ പറഞ്ഞു ഇല്ല. വളരെ തർക്കിച്ചു, ഭയങ്കര ഡിബേറ്റുകളാണ്. പടിഞ്ഞാറേ ചക്രവാളത്തിനപ്പുറത്ത്, യൂറോപ്പിൻ്റെ പടിഞ്ഞാറേ ചക്രവാളത്തിൻ്റെ അപ്പുറത്ത് സ്ഥലമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊളംബസും കൂടെയുള്ളവരും കപ്പൽ കയറി യാത്ര ചെയ്തു. 1492 അവർ ചെന്ന് അമേരിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിൽ കാലുകുത്തി. അതിൻ്റെ ശേഷം അവർ മടങ്ങി വന്നു. ഈ ഡിബേറ്റ് നടക്കുന്നവരുടെ മധ്യത്തിൽ അവർ വന്ന് പറയുകയാണ്, അങ്ങനെ ഒരു സ്ഥലമുണ്ട്, ദർ ഇസ് എ പ്ലേസ്. ഞങ്ങളവിടെ കാലുകുത്തി, ഞങ്ങളത് കണ്ടു. സോന്മാരെ, കർത്താവായ യേശുക്രിസ്തു മരിച്ച് പുനരുത്ഥാനം പ്രാപിച്ച് സ്വർഗത്തിൽ പോയി മടങ്ങി വന്ന് 40 ദിവസം അവൻ ജീവിച്ച് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തു, പറഞ്ഞു കൊടുത്തു, ദർ ഇസ് എ പ്ലേസ്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്, ഞാനൊരു ഭവനം ഒരുക്കാൻ പോവുകയാണ്. അവൻ അവിടെ പോയി വന്നിട്ട് അവർക്കത് പറഞ്ഞു കൊടുത്തു. നമ്മൾ ഇനി കർത്താവിനുള്ള ബന്ധത്തിൽ അത് ശ്രദ്ധിച്ചു നോക്കിയാൽ, നമുക്ക് പുനരുത്ഥാനം പ്രാപിച്ച കർത്താവിനെ നോക്കി ചില കാര്യങ്ങളൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം. നോക്കുക, പുനരുത്ഥാനം പ്രാപിക്കുന്നതിന് മുമ്പ് 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. ആ ചരിത്രം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം തുടങ്ങി 19-ാം അധ്യായം വരെ വായിക്കുന്നു. ആദ്യത്തെ 19 അധ്യായം, 20-ാം അധ്യായം തുടങ്ങി 21 വരെയുള്ളത് കർത്താവിൻ്റെ പുനരുത്ഥാന ശേഷമുള്ള ജീവിതമാണ് അവിടെ രേഖപ്പെടുത്തിയത്. എന്നാലൊന്ന് വായിച്ചു നോക്കിയേ. ആ 19-ാം അധ്യായം കഴിഞ്ഞ് 20-21 അധ്യായം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കണ്ടിന്യൂറ്റി. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം നോക്കി. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം, 20-ന്റെ 20
നാം വായിക്കുന്നു, ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറം വരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. ഈസ് എ സെയിം ലോർഡ്. അവൻ്റെ ക്രൂശിൽ കിടന്ന അതേ കർത്താവാണിത്. അവൻ്റെ കയ്യും വിലാപ്പുറം അവൻ കാണിച്ചു കൊടുത്തു. ഒന്നുകൂടെ നോക്കിക്കാട്ടെ, ലൂക്കോസ് 24:39. അത് ഇച്ചിരൂടെ രസകരമായി സന്തോഷമായി നമുക്ക് തോന്നും. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന നോക്കിയ 24:39 എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്? 39 പറഞ്ഞിരിക്കുന്നു, ഞാൻ തന്നെ ആകുന്നുവെന്ന് എൻ്റെ കൈയും കാലം നോക്കി അറിവേൻ. ഞാൻ തന്നെയാണ്, ഇറ്റ് ഈസ് ഐ മൈസെൽഫ്. അവർ സംശയിച്ചു. നാം ഓർക്കണം, 33 വർഷം അവനോട് കൂടെ നടന്ന ശിഷ്യന്മാർ അവൻ മരിച്ച് പുനരുദ്ധാനം പ്രാപിച്ച ശേഷം കർത്താവ് പറയാണ്, ഇറ്റ് ഈസ് ഐ മൈസെൽഫ്, ഞാൻ തന്നെയാണത്. ലൈഫ് ഈസ് കണ്ടിന്യൂയിങ്. അവൻ്റെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. ആ ജീവിതം കണ്ടിന്യൂ ചെയ്യുകയാണ്. നാം ശ്രദ്ധിച്ചു നോക്കിയാൽ വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ വന്നാൽ അവിടെ 16-ാം വാക്യത്തിൽ നമുക്കറിയാം, ആ തോട്ടത്തിൽ വന്നപ്പോൾ മറിയെ അവൻ കണ്ടു. 16-ാം വാക്യം നോക്കിയാട്ടെ. 16-ാം വാക്യം, യേശു അവളോട് മറിയെ എന്ന് വിളിച്ചു. ആ വാക്യം മാത്രം ധ്യാനിച്ചുകൊണ്ട് വേണേ കുറേയേറെ നേരം നമുക്കിരിക്കാം. കർത്താവിനെ ആ ഇരുട്ടുള്ള സമയം ഈ സ്ത്രീകൾ അവിടെ ചെന്നിരിക്കുകയാണ്. തിരിഞ്ഞു നോക്കുക, മറിയെ കർത്താവ് പേർ ചൊല്ലി വിളിക്കുകയാണ്. മറിയെ എന്ന് വിളിച്ചു. ആ വാക്കിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇറ്റ് ഈസ് റിഫ്ലക്റ്റിംഗ് ദ സെയിം റിലേഷൻ ഹി ഹാഡ് ബിഫോർ ഹിസ് ഡെത്ത്. അവൻ മരിക്കുന്നതിന് മുമ്പ് മറിയോടുള്ള ബന്ധമാണ് ഈ ഒറ്റ വാക്കിൽ പ്രതിഫലിക്കുന്നത്. മറിയെന്ന് വിളിച്ചപ്പോൾ ജീവിതം തുടരുകയാണ്. പുനരുത്ഥാന ശേഷവും അത് തുടരുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവാണ്. തോമസിനോട് ഇടപെട്ടത് നോക്കി, 20-ാം അധ്യായത്തിൻ്റെ 24 തൊട്ടുള്ള വാക്യം, 20-ന്റെ 24 തൊട്ടുള്ള വാക്യം. അവിടെ നമുക്കറിയാം, നീ 27-ാം വാക്യത്തിൽ വായിക്കുന്നത്, പിന്നെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാതെ വിശ്വാസി ആയിരിക്കാന്ന് തോമസ് അവനോട്. എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ. ആ വാക്ക് നോക്കിയേ, മൈ ലോർഡ് മൈ ഗോഡ്. മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. എന്താ അങ്ങനെ വിളിക്കാൻ കാരണം? പേഴ്സണൽ മൈ, എൻ്റേതെന്ന് വിളിക്കാൻ കാരണം ആ അന്ന് വരെ ആ തോമസ് കർത്താവിനോട് കൂടെ നടക്കുകയായിരുന്നു. അവൻ്റെ കർത്താവായിരുന്നു. അവൻ പുനരുത്ഥാനം പ്രാപിച്ചെന്നുള്ളത് പൂർണ്ണമായി അംഗീകരിപ്പാൻ തോമസിന് കഴിഞ്ഞില്ല. എന്നാൽ അവൻ്റെ വിലാപ്പുറത്ത് തൊട്ടു നോക്കുവാൻ, കൈയിടാൻ, എൻ്റെ കൈകളെ തൊട്ടു നോക്കുവാൻ പറഞ്ഞപ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ. അവനുണ്ടായിരുന്ന ബന്ധം വീണ്ടും അത് തുടരുകയാണ്. നമുക്കത് അവിടെ അത് മനസ്സിലാക്കാൻ സാധിക്കും. പത്രോസിനോടുള്ള ബന്ധത്തിൽ ഇത് തന്നെയാണ് കാണുന്നത്. 21-ാം അധ്യായത്തിൻ്റെ 15 തൊട്ടുള്ള വാക്യം വളരെ പരിചയമുള്ള വാക്യമാണ്. അതിൻ്റെ 21-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ കർത്താവിനെ കണ്ടപ്പോൾ യോഹന്നാൻ പറയുന്നുണ്ട്, അത് കർത്താവാണ്. പത്രോസിനോട് പറഞ്ഞു, ഇത് താൻ സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, ഇത് കർത്താവാണ്. ആ കടൽ തീരത്ത് അവരെ കാത്തു നിൽക്കുന്ന അവനെ കണ്ട് ഇത് കർത്താവാണെന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് 3 പ്രാവശ്യം ചോദിക്കുമ്പോൾ അതിനു മുമ്പുള്ളൊരു ബന്ധം നമുക്കറിയാം. 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുമെന്ന് പറഞ്ഞു. Again it is a continuation. ആ ബന്ധം ജീവിച്ചിരുന്നപ്പോൾ എന്ത് ബന്ധമുണ്ടായിരുന്നു, ആ ബന്ധം തുടരുന്നു എന്നുള്ളത് ഈ പുനരുത്ഥാനത്തിന് ശേഷം കർത്താവ് ശിഷ്യന്മാരെ കണ്ട് എൻകൗണ്ടർ ചെയ്തപ്പോൾ അവരോട് ഇടപെട്ടത് നമുക്ക് മനസ്സിലാക്കി തരും. ഞാനിത് വായിച്ചപ്പോൾ വളരെ എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ വിനയപ്പെട്ടു. കാരണം മറ്റൊന്നുമല്ല, ദൈവം നമ്മളെ ഈ ലോകത്തിൽ ജനിച്ചപ്പോൾ നമുക്കൊരു വ്യക്തിത്വം തന്നു, എ സെൽഫ്. ദൈവം സൃഷ്ടാവെന്ന നിലയിൽ നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദാനം, ഗിഫ്റ്റാണ് നമ്മുടെ വ്യക്തിത്വം, മൈ പേഴ്സണാലിറ്റി, മൈ സെൽഫ്. അത് ഒരിക്കലും മാറ്റപ്പെടുന്നില്ല, അത് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഈ ലോകത്തിൽ ഞാൻ എത്ര ശ്രദ്ധിച്ച് ജീവിക്കണം? എൻ്റെ ചിന്തകൾ, എൻ്റെ ജീവിതത്തിൻ്റെ വഴികൾ, എൻ്റെ ജീവിതത്തിൻ്റെ ഇടപെടൽ, കാരണം മരണം കൊണ്ട് ആ പഴയ വ്യക്തിത്വങ്ങൾ ഇല്ലാതെ പോവുകയല്ല. ഇറ്റ് ഈസ് കണ്ടിന്യൂ. സോ ഐ ഹാവ് ടു ബി വെരി കെയർഫുൾ. ദൈവമേ, നീ എനിക്കെന്ന വ്യക്തിത്വം എത്ര വിലപ്പെട്ടതാണ് എന്ന് ഞാൻ ഓർത്തു. ക്രൂശിലവൻ മരിക്കുന്നത് ആ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരാനാണ്, അത് നശിപ്പിച്ച് കളയാനല്ല. നമുക്ക്
ഇയ്യോബ് പറഞ്ഞ വാക്യം ഒന്ന് വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായം. പലപ്പോഴും നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമാണെങ്കിലും ഈ സന്ദർഭത്തിൽ ഒന്ന് വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായം. സ്വർഗീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ആ പുനരുദ്ധാനം പ്രാപിച്ചു കഴിയുമ്പോൾ ഇയ്യോബ്, നമ്മൾ ഓർക്കണം, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തി വെച്ചു. 19:25 തൊട്ടുള്ള വാക്യം. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നെന്നും ഞാൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി, ആ വാക്യം മലയാളത്തിൽ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, ഞാൻ അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും. ഞാൻ ഇംഗ്ലീഷ് അത് വായിക്കട്ടെ. And after my skin is destroyed, this I know, that in my flesh I shall see God, whom I shall see for myself, and my eye shall behold and not another. എൻ്റെ കണ്ണ് തന്നെ അവനെ കാണും, മറ്റാരുമല്ല, ഞാൻ തന്നെ അവനെ കാണും. യെശയ്യാ 33:17 വാക്യം. വീണ്ടും ആ വാക്യം നമുക്ക് നല്ല പരിചയമാണ്. നിന്റെ കണ്ണ് രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടെ ദർശിക്കും, വിശാലമായൊരു ദേശം കാണും. ഞാൻ ആ ഭാഗത്തോടെ വിടുകയാണ്. ഒരു കാര്യം ഓർത്തു കൊള്ളുക, നമുക്ക് ദൈവം ഈ ലോകത്തിൽ ജനിച്ചപ്പോൾ ഒരു വ്യക്തിത്വം തന്നു. ആ വ്യക്തിത്വം ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. അത് വളരെ വിലപ്പെട്ടതാണെന്ന് എന്നെ ഇന്നും ഈ ഭാഗങ്ങൾ ധ്യാനിച്ചപ്പോൾ ഓർമ്മ തന്നു. എൻ്റെ വ്യക്തിത്വം വിലപ്പെട്ടതാണ്, അത് നശിച്ചു പോകുന്നതല്ല. നമ്മൾ ഓർത്തു, ആ പഴയ ഓർമ്മകൾ, പഴയ ജീവിതം വീണ്ടും പുനരുദ്ധാന ശേഷവും തുടരുന്നതായി കർത്താവിൻ്റെ പുനരുദ്ധാന ശേഷം ശിഷ്യന്മാർ ഇടപെട്ടതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനിയും നോക്കാം, ആ കാലത്ത് 1-ാം നൂറ്റാണ്ടിൽ വളരെ ശക്തമായ ഗ്രീക്ക് ഫിലോസഫി, യവന താത്വിക ചിന്തകൾ ദൈവസഭയിലുള്ള ചിലരെയൊക്കെ ശക്തമായി ബാധിച്ചപ്പോൾ അവർ ചോദിച്ച ചോദ്യമാണ് 1 കൊരിന്ത്യർ 15:35. 1 കൊരിന്ത്യർ 15:35. പക്ഷെ ഒരുവൻ മരിച്ചവൻ എങ്ങനെ ഉയർക്കും, ഏതുവിധ ശരീരത്തോട് വരുമെന്ന് ചോദിക്കും. എന്താ അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം തന്നെ ഏതുവിധം ശരീരത്തോട് വരും? ഈ ശരീരം മണ്ണിൽ അഴുകിച്ചേരുകയാണ്. അഴുകിച്ചേർന്നിട്ട് സസ്യങ്ങളൊക്കെ അതിനെ വലിച്ചെടുത്തു. ആപ്പിൾ ട്രീ അത് വലിച്ചെടുത്ത് ആപ്പിൾ ട്രീ ആയി, ആപ്പിളായി. ആപ്പിൾ പിന്നെ ആളുകൾ മരിച്ചു, അവരും മരിച്ചു, അടക്കപ്പെട്ടു. ഇങ്ങനെ ഈ പ്രോസസ്സ് പോവുകയാണ്. പിന്നെ എങ്ങനെയായി ഏത് ശരീരത്തോടാണ് വരുന്നത്? ഒരു യവനന്മാരുടെ താത്വികമായ ഒരു ചിന്തയെ ആസ്പദമാക്കിയുള്ളൊരു ചോദ്യമാണ്. വാട്ട് കൈൻഡ് ഓഫ് ബോഡി? ഹൗ ആർ ദ ഡെഡ് റേസ്ഡ് ആൻഡ് വിത്ത് വാട്ട് ബോഡി ഡു ദേ കം? എങ്ങനെ ഏത് ശരീരത്തോട് വരും? ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം നമുക്ക് വായിച്ചിട്ട് ഈ ഭാഗത്തിലേക്ക് തിരിച്ചു വരാം. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യം. ഫിലിപ്പർ 3:20-21 വാക്യം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. 1 യോഹന്നാൻ 3:3 യോഹന്നാൻ രേഖപ്പെടുത്തി, നാം അവനെ കാണുമ്പോൾ അവനോട് സദൃശന്മാരാണ്. അവൻ്റെ ശരീരത്തോട് നമ്മളെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇനി നോക്കാം 1 കൊരിന്ത്യർ 15-ാം അധ്യായം. ഏതുവിധ ശരീരത്തോടെയാണ് കടന്നു വരുന്നത്? ഈ ഭാഗം എനിക്ക് വളരെ രസകരമായി പലപ്പോഴും തോന്നും. ഇരുന്ന് വായിക്കാനായിട്ട് പ്രേരണ തോന്നും. ആ പുനരുദ്ധാന ശരീരത്തെക്കുറിച്ച് പറയുന്ന ഭാഗം 39-ാം വാക്യം നോക്കിയാട്ടെ. സകല മാംസവും ഒരുപോലെ ഉള്ള മാംസമല്ല. മനുഷ്യൻ്റെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, സ്വർഗീയ ശരീരങ്ങളും ഭൗമശരീരങ്ങളുമുണ്ട്. ഇവിടെ എടുത്തു പറഞ്ഞു നോക്കിയ ബയോളജിക്കൽ വേൾഡ്, ഈ ജീവജാലങ്ങളിൽ നിന്ന് പൗലോസ് ദൈവജ്ഞാനത്താൽ എടുത്ത് രേഖപ്പെടുത്തുകയാണ്. എല്ലാ മാംസവും ഒരുപോലെയാണ്. ചിക്കൻ കഴിക്കുന്നതും മട്ടൺ കഴിക്കുന്നതും ബീഫ് കഴിക്കുന്നതും ഒക്കെ വിഭിന്നമായ രുചിയാണ്. എല്ലാം ഇറച്ചിയാണ്. ഓസ്ട്രേലിയയിൽ പോയപ്പം കങ്കാരുവിൻ്റെ ഇറച്ചിയാണ് തിന്നു, അതും വേറെ രുചിയാണ്. ഇതിനെല്ലാം മാംസമാണെങ്കിലും ഓരോ മാംസവും വ്യത്യസ്തമാണ്. എന്താ അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നത്? ചിക്കൻ ഇനി എങ്ങനെയൊക്കെ കുക്ക് ചെയ്താലോ അത് ബീഫിൻ്റെയോ മട്ടൻ്റെയോ രുചി കിട്ടത്തില്ല. അത് ചിക്കൻ തന്നെയാണ്. അതിനൊരു അടിസ്ഥാനമായ കാരണമാണ്. ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അമിനോ ആസിഡ്സ് ആണ് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ്. അമിനോ ആസിഡ് ഓരോ ഇറച്ചിക്കും അല്ലെങ്കിൽ ഓരോ സസ്യജാലങ്ങൾക്കും ജീവജാലങ്ങൾക്കും ഒരു പ്രത്യേക പാറ്റേൺ ഓഫ് അമിനോ ആസിഡ് ഉണ്ട്. അതുകൊണ്ടാണ് ചിക്കൻ
ആ ചിക്കൻ്റെ അമീനോ ആസിഡ് അത് എന്തെല്ലാം ചെയ്താലും മാറത്തില്ല. എപ്പം കഴിച്ചാലും അത് ചിക്കൻ തന്നെയായിരിക്കും. കെൻഡക്കി ചിക്കൻ ആയാലും കൊള്ളാം, ചില്ലി ചിക്കൻ ആയാലും കൊള്ളാം, ജിഞ്ചർ ചിക്കൻ ആയാലും കൊള്ളാം, ചിക്കൻ തന്നെ, അത് മാറത്തില്ല. കാരണം അതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ഒരിക്കലും മാറുന്നില്ല. ഇനി അതിനകത്ത് രസകരമായൊരു കാര്യമുണ്ട്. ഓരോ ചിക്കനും അല്ലെങ്കിൽ സസ്യങ്ങൾ എടുത്താൽ ഓരോ സസ്യങ്ങൾ, ഇപ്പം തന്നെ നമ്മൾ ചീര എടുത്തു, നമ്മൾ നോക്കിയാൽ ചീരയെല്ലാം ഒരുപോലെ ആയിരിക്കുന്നത്. ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, ഒരു ചീരയുടെ ഇല അതുപോലെ ഇരിക്കുന്ന വേറെ ഇലയില്ല. ഒരു പുല്ലിൻ്റെ ഒരു 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 ഭാഗം പോലെ മറ്റൊരു ഇലയില്ല. എല്ലാം വ്യത്യസ്തമാണ്. അതെല്ലാം പുല്ലാണ്. ചീരയെല്ലാം ചീരയാണെങ്കിലും ഓരോ ചീരയ്ക്കും അതിൻ്റെതായ ഒരു അമീനോ ആസിഡ് ബ്ലോക്സ് ഉണ്ട്. എന്തൊരു അത്ഭുതമാണെന്ന് നോക്കി. ശാസ്ത്രം പറഞ്ഞത് ഞാൻ കുറിച്ചെടുക്കുകയുണ്ടായി. അവർ കണക്കാക്കിയിട്ടുണ്ട് 600 ഒക്ടോട്രില്യൺ അമീനോ ആസിഡ്സിൻ്റെ ബ്ലോക്സ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു ഒക്ടോട്രില്യൺ എന്ന് പറഞ്ഞാൽ 1/108 പൂജ്യമാണ്. 1/108 പൂജ്യമാണ്. അപ്പോൾ 600 എഴുതിയിട്ട് 108 പൂജ്യം ഇട്ടാൽ എത്രയുണ്ടോ അത്രയും ഡിഫറെൻറ്റ് അമിനോ ആസിഡ് ബ്ലോക്സ് ഉണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. നമ്മുടെ ബുദ്ധിയിലൊന്നും തെളിയത്തില്ല. എന്നാൽ അത് വായിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ദൈവസൃഷ്ടിയുടെ വലിപ്പം. 104 സങ്കീർത്തനത്തിൻ്റെ 24 വാക്യം, 104 സങ്കീർത്തനം 24 വാക്യം, യഹോവേ നിന്റെ പ്രവൃത്തികൾ എത്ര പെരുകിയിരിക്കുന്നു, ജ്ഞാനത്തോടെ നീ അവയൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഹൗ മാനിഫോൾഡ് ആർ ദൈ വർക്ക്സ്. ഹൗ മാനിഫോൾഡ്. ദൈവം ആരാ? ദൈവത്തിൻ്റെ ജ്ഞാനം എത്ര വലുതാണ്. ഹൗ ഡിഫറെൻ്റ് ഹി ഹാസ് ക്രിയേറ്റഡ് എവറിത്തിങ്. വി വിൽ നെവർ ചേഞ്ച്. ഈ ശാസ്ത്രം പറഞ്ഞ പോലെ തന്നെ, ദൈവം നമുക്ക് മനസ്സിലാക്കി തന്ന പോലെ തന്നെ എന്ത് സംഭവിച്ചാലും, ഉദാഹരണമായിട്ട് ഞാൻ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പോയി ജീവിച്ചിട്ടുണ്ട്. ഗൾഫിൽ തന്നെ ഞാൻ 18 വർഷം ജീവിച്ചു. മറ്റ് രാജ്യങ്ങളിൽ പോയി 2, 3, 4 മാസമൊക്കെ ജീവിച്ചിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ വ്യത്യസ്തമായ ഭക്ഷണമാണ്, വ്യത്യസ്തമായ എൻവയോൺമെൻറ്റാണ്. പക്ഷേ എനിക്കൊരിക്കലും മാറ്റം വരുന്നില്ല. ചിലപ്പോൾ ഞാൻ ഇച്ചിരി നന്നാകും, ചിലപ്പോൾ ഞാൻ ഇച്ചിരി ക്ഷീണിക്കും, പക്ഷേ എനിക്കൊരു മാറ്റം വരത്തില്ല. ഞാൻ തന്നെയാണ്. എന്താ കാരണം? എനിക്കൊരിക്കലും ചേഞ്ച് വരത്തില്ല. ഞാൻ ഹെൽത്തിയറാകാം, ഞാൻ കുറച്ച് രോഗിയാകാം, സിക്കാകാം, വീക്കാകാം, ഒക്കെ സംഭവിക്കും. എനിക്ക് മാറ്റം വരത്തില്ല. കാരണം എൻ്റെ അമീനോ ബ്ലോക്സിന് ആ ബയോളജിക്കൽ കോഡ് ഈസ് ബൈൻഡിങ് ആൻഡ് യൂണിക്. അതിനൊരിക്കലും മാറ്റം വരത്തില്ല. ഇവിടെ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് സകല മാംസം ഒരുപോലെയല്ല. മനുഷ്യൻ്റെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് 40-ാം വാക്യം നോക്കിക്കാട്ടെ. സ്വർഗീയ ശരീരവും ഭൗമിക ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങൾ തേജസ് വേറെ, ഭൗമിക ശരീരങ്ങൾ തേജസ് വേറെ. ഇവിടെ എടുത്തു പറയുകയാണ്, എർത്ത്ലി ബോഡീസും ഉണ്ട്, ഹെവൻലി ബോഡീസും ഉണ്ട്. അതിൻ്റെ ശേഷം ഈ മനുഷ്യൻ്റെ ചിന്താഗതികളുണ്ടല്ലോ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെ സാധിക്കും എന്നുള്ള ചോദ്യം വന്നപ്പോൾ അതിൻ്റെ 35-ാം വാക്യത്തിൽ ആ ചോദ്യം വന്നിട്ട് ഫസ്റ്റ് പൗലോസ് പറയുന്നത് എന്നാ? 36-ാം വാക്യം, മൂഢ. വിളിച്ചതെന്താ? യു ഫൂൾ. എന്തിനാ അങ്ങനെ വിളിച്ചേ? താന് പറയുന്ന കാര്യം നീ ഒന്ന് ശ്രദ്ധിച്ചേ. റിസറക്ഷൻ, പുനരുത്ഥാനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് റീകൺസ്ട്രക്ഷൻ. പുനരുത്ഥാനം എന്ന് പറയുന്നത് എൻ്റെ അഴുകിപ്പോയ ശരീരമെല്ലാം ഒന്നുകൂടെ കൊണ്ട് കൂട്ടിച്ചേർക്കുകയല്ല. പുനരുത്ഥാനം എങ്ങനെയെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യാനൊക്കത്തില്ല. അത് സാധിക്കുന്നത് ഒറ്റ വിധത്തിലേ ഉള്ളൂ. 35-ാം വാക്യം തുടങ്ങി നോക്കിയാൽ അതിന് 38 വരെയും 42 ഉണ്ട്, 48 വരെയും നോക്കിയാൽ പൗലോസൂടെ പറയുന്ന നോക്കിയാട്ടെ. 36, 37, മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ലെങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിൻ്റെയോ മറ്റു വല്ലതിൻ്റെയോ വെറും മണിയത്ര വിതയ്ക്കുന്നത്. ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരം, ഓരോ വിത്തിന് അതതിൻ്റെ ശരീരം കൊടുക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഗോതമ്പ് വിതയ്ക്കുക, ആ മണി നിലത്ത് വീണ് അഴുകിപ്പോവുകയാണ്. ആ മണി തന്നെയാണോ കിളുത്തു വരുന്നത്? ആ മണിയാണോ എഴുന്നേറ്റ് വരുന്നത്? അല്ല. There is a similarity, there is a continuity. ആ മണി കർത്താവ് തന്നെ പറഞ്ഞു, യോഹന്നാൻ 12, ഗോതമ്പൊടി നിലത്ത് വീണി ചാകുന്നില്ലെങ്കിൽ തനിയായിരിക്കും, ചത്തെങ്കിലോ വളരെ വിളവുണ്ടാകും. ഏതെങ്കിലും വിത്തെടുത്ത് വിതയ്ക്കുമ്പോൾ പുനരുത്ഥാനത്തെ പൗലോസ് തെളിയിച്ചു തരികയാണ്. പുനരുത്ഥാനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് റീകൺസ്ട്രക്ഷൻ. നമ്മൾ പലരും ചിന്തിക്കുന്ന പോലെ പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ അഴുകിപ്പോയ ശരീരങ്ങളോട് കൂടി ചേർന്ന് എഴുന്നേറ്റ് വരുന്നതല്ല. നമ്മുടെ ശരീരം തിരിച്ചു വരും. ആ ഗോതമ്പ് നിലത്തിടുമ്പോൾ അത് അഴുകിപ്പോകും. പക്ഷെ അതിൽ നിന്ന് ഒരു വിത്ത് എഴുന്നേറ്റ് വരുമ്പോൾ there is a continuity.
എൻ്റെ ശരീരത്തിനൊരു കണ്ടിന്യൂറ്റി ഉണ്ട്. ആ വിത്ത് വിതയ്ക്കുമ്പോൾ വേറെ കിളിർത്ത് വരുമ്പോൾ അതിനെക്കാട്ടിൽ ബെറ്ററായിട്ടൊന്ന് പുറത്തു വരികയാണ്. പുനരുദ്ധാനം ഏതാണ്ട് സംതിങ് ലൈക്ക് ദാറ്റ്. അത് പഴയതല്ല, ബട്ട് ദർ ഇസ് എ കണ്ടിന്യൂറ്റി. എങ്ങനെ പറയും? അത് എങ്ങനെ വെളിപ്പെടുത്തും? എങ്ങനെ മനസ്സിലാക്കി തരാൻ കഴിയും? ഇത് കൂടെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. വെറും നമ്മുടെ പുനരുദ്ധാനം നമ്മുടെ പഴയ ആ അഴുകിപ്പോയതിനോട് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല. അതിന് ശേഷം എങ്ങനെയാണെന്നുള്ളത് പൗലോസ് പറയുക. പുനരുദ്ധാനം ഈ വിധത്തിലെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഏതാണ്ട് 4 കൂട്ടം കാര്യങ്ങൾ പൗലോസ് എടുത്ത് ഇവിടെ പറയുന്നു. ഓടിച്ച് ഒരു നിമിഷം കൊണ്ട് നമുക്ക് ആ ഭാഗം ഒന്ന് കടത്തിവിട്ടിട്ട് മറ്റു ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. 4 കൂട്ടം കാര്യം ആ ശരീരം എങ്ങനെയായിരിക്കും നോക്കിയാൽ അതിൻ്റെ 42 മനുഷ്യരുടെ പുനരുദ്ധാന ഗുണം തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. 2 അപമാനത്തിൽ വിതയ്ക്കുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. 3 ബലഹീനതയിൽ വിതയ്ക്കുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. 4 പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. ഞാൻ 1, 2, 3, 4 എന്നൊക്കെ എൻ്റെ ബൈബിളിൽ അങ്ങ് എഴുതും. ബൈബിൾ സ്റ്റഡിക്കാതെ ആ സൗകര്യം. അപ്പോൾ നമ്മൾ ഓർക്കുക, ഇവിടെ 4 കൂട്ടം വ്യത്യസ്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. പുനരുദ്ധാന ശരീരം എങ്ങനെയിരിക്കും? ഒന്നാമത് പൗലോസ് പറഞ്ഞു, ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. സോൺ ഇൻ കറപ്ഷൻ, റേസ്ഡ് ഇൻ ഇൻകറപ്ഷൻ, അല്ലെങ്കിൽ പെറിഷബിൾ വിൽ പുട്ട് ഓൺ ഇൻപെറിഷബിൾ. എന്താ പറയുന്നതിൻ്റെ കാരണം? ഈ ശരീരം അഴുകുന്നതാണ്. റോമലേഖനം 8:18 വാക്യം നമുക്കറിയാം. സൃഷ്ടി ദ്രവത്വത്തിൽ നിന്നുള്ളൊരു വിടുതലിനായി കാംക്ഷിക്കുകയാണ്. എല്ലാം ദ്രവിക്കുകയാണ്. സഭാപ്രസംഗി 3:20 എല്ലാം പൊടിയിൽ നിന്നുണ്ടായി, എല്ലാം വീണ്ടും പൊടിയിലേക്ക് തിരികെ ചേരുന്നു. മനുഷ്യൻ്റെ മരണം നമ്മൾ നേരത്തെ പഠിച്ചു, വാർദ്ധക്യം ചെന്നു. സഭാപ്രസംഗി 12:7 പൊടി പണ്ടായിരുന്ന പോലെ പൊടിയിലേക്ക് തിരികെ ചേരുന്നു. 103 സങ്കീർത്തനം 14-16 വരെ നാം പൊടിയെന്നവൻ ഓർക്കുന്നു. എന്നാൽ ഇവിടെ ഒരു കാര്യം ഓർക്കുക, ഈ ശരീരം ബലഹീനമാണ്. സോൺ ഇൻ കറപ്ഷൻ. എന്തെല്ലാം ബലഹീനമുണ്ട് ഈ ശരീരത്തിന്. എന്നാൽ 1 പത്രോസ് 1-3 വാക്യം അവിടെ വായിക്കുന്നുണ്ട്, നമ്മുടെ അവകാശത്തെക്കുറിച്ച് പറയുമ്പോൾ ക്ഷയം, മാലിന്യം, വാട്ടം ഇല്ലാത്ത അവകാശം. പെരിഷബിൾ വിൽ പുട്ട് ഓൺ ഇംപെരിഷബിൾ. കർത്താവ് പറഞ്ഞു, ഭൂമിയിലുള്ളതൊക്കെ പുഴുവും തുരുമ്പും കെടുത്തിക്കളയുന്നത്, സ്വർഗത്തിലുള്ളതോ പുഴുവും തുരുമ്പും കെടുത്താത്ത. അപ്പോൾ സ്വർഗത്തിൽ നാം പുനരുദ്ധാനം പ്രാപിക്കുമ്പോൾ ഈ ശരീരം ദ്രവിക്കത്തില്ല. എത്രയോ ശരീരം ബലഹീനമാകുന്നു, നരകൾ വന്നു, ശരീരം ബലഹീനമാകുന്നു, പ്രായം ചെല്ലും തോറും എത്ര മനോഹരമായിട്ടാണ് സഭാപ്രസംഗി 12 അത് പറഞ്ഞിരിക്കുന്നത്. ശരീരത്തിൻ്റെ ബലം ക്ഷയിക്കുകയാണ്. അത് അവസാനം ദ്രവിച്ച് അതൊരു ദ്രവത്വത്തിലേക്ക് പോയി അവസാനം പൊടിയിലേക്ക് ചേരും. പക്ഷേ പുനരുദ്ധാനം പ്രാപിക്കുമ്പോൾ പിന്നെ ദ്രവിക്കുന്നതല്ല, ഇംപെരിഷബിൾ, ദ്രവിക്കാത്ത ഒന്ന്, ഇൻകറപ്ഷനായിട്ട് അദ്രവത്വത്തിൽ ഉയർക്കുകയാണ്. പിന്നീട് ഒരിക്കലും നമ്മൾ ഓർത്തതുപോലെ ആ പുനരുദ്ധാനം പ്രാപിക്കുന്ന ശരീരം ആ ശരീരത്തിന് കണ്ടിന്യൂറ്റി ആണെങ്കിലും അതിനേക്കാട്ടിൽ എത്രയോ ബെറ്ററായിട്ടാണ് ലഭിക്കുന്നത്. 2 ഇവിടെ പറഞ്ഞു, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ഡിസോണർ, സോൺ ഇൻ ഡിസോണർ ബട്ട് റേസ്ഡ് ഇൻ ഗ്ലോറി. ഇതിൻ്റെ അർത്ഥം ദൈവദാസന്മാർ ഇങ്ങനെ പറയുന്നു, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ. പക്ഷേ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യണം. നമ്മുടെ അൾട്ടിമേറ്റ് എയിം ദൈവമഹത്വമായിരിക്കണം. എന്ത് ചെയ്താലും, ജീവിച്ചാലും, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും ദൈവമഹത്വത്തിനായി ചെയ്യണം. പക്ഷേ ഈ ശരീരം അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചത്. പാപത്തിൻ്റെ ഫലമായി ഈ ശരീരം കൊണ്ട് ദൈവത്തെ വേണ്ടവണ്ണം മഹത്വപ്പെടുത്താൻ കഴിയുന്നില്ല. പക്ഷെങ്കിൽ മരിച്ച പുനരുദ്ധാനം പ്രാപിച്ചു കഴിയുമ്പോൾ വി വിൽ ഓണർ ഗോഡ് വിത്ത് ദിസ് ബോഡി. ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഈ ശരീരം അബ്യൂസ് ചെയ്യുകയോ മിസ്യൂസ് ചെയ്യുകയോ ചെയ്യത്തില്ല. ദൈവത്തിന് മഹത്വപൂർണ്ണമായി ഒരു പെർഫെക്റ്റ് സ്റ്റേറ്റിലേക്ക് ഈ ശരീരത്തെ മാറ്റുവാനായിട്ട് സാധിക്കും. അവനെ മഹത്വപ്പെടുത്തുവാൻ, അവൻ്റെ സാന്നിധ്യം ആസ്വദിപ്പാൻ സാധിക്കും. 3 പറഞ്ഞു, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിലെ ഉയർന്നു. വീക്കർ ടു പവർ. ഈ ശരീരത്തിൻ്റെ പ്രത്യേകത എന്നാ? ഇറ്റ് ഈസ് വീക്ക്. മൺകൂടാരങ്ങൾ നിലത്ത് വീണാൽ പൊട്ടിപ്പോകുന്നത്.
ഒരമ്മ കുഞ്ഞിനെ വളർത്തുന്നത് നോക്കിയാൽ പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. മരണത്തിൻ്റെയും പാപത്തിൻ്റെയും മരണത്തിൻ്റെ പ്രമാണം റോമലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കുന്നു. 2 പ്രമാണമാണ്, മരണത്തിൻ്റെ പ്രമാണവും പാപത്തിൻ്റെ പ്രമാണം. ഇത് രണ്ടും നാച്ചുറലി വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞ് ജനിച്ച് വീണാ തൊട്ട് അമ്മയുടെ കണ്ണ് മാറ്റത്തില്ല. കാരണം എന്നാ? ഒരു നിമിഷം ആ കണ്ണ് തെറ്റിയാൽ മതി, മരണമെന്നൊരു പ്രമാണം ആ പൈതലിലുണ്ട്. എത്ര കെയർഫുള്ളായിട്ടാണ് വളർത്തുന്നത്. ആ പ്രമാണത്തിന് വിരുദ്ധമായി ആ കുഞ്ഞിനത് സംഭവിക്കാതെ മാതാവ് എത്രയോ വില കൊടുത്ത് വളർത്തുന്നു. കാരണം ഈ ശരീരത്തിലൊരു പ്രമാണമുണ്ട്. ഇത് വീക്ക് ബോഡിയാണ്, ബലഹീനമായ ശരീരമാണ്, രോഗത്തിന് അധീനമായ ശരീരം, പലവിധമായ ബലഹീനതകൾ. അവസാനം ആ ശരീരം മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഓർക്കണം, ആ ഫ്രെയിൽ ബോഡി അത് ശക്തിയിൽ ഉയർക്കും, പവറിൽ. ക്ഷീണമില്ല, ബലഹീനതകളില്ല, ശക്തിയിലെ ഉയർക്കപ്പെടുന്ന ഒരു ശരീരം. ഇന്ന് ഈ ശരീരത്തിൽ പലപ്പോഴും ദൈവത്തെ സേവിക്കാൻ ആഗ്രഹമുണ്ട്. എന്നാൽ മത്തായി 26:41 വായിക്കുന്ന പോലെ സ്പിരിറ്റ് ഈസ് വില്ലിംഗ് ബട്ട് ദ ഫ്ലഷ് ഈസ് വീക്ക്. ആത്മാവ് ഒരുക്കമുണ്ടെങ്കിലും ശരീരം ബലഹീനമാണ്, സാധിക്കുന്നില്ല. പലപ്പോഴും യോഗത്തിനൊക്കെ പോകണമെന്നൊക്കെ മനസ്സിലുണ്ട്, പക്ഷെങ്കിൽ പോകാനൊക്കെ അങ്ങ് മടിയാണ്, ക്ഷീണം, പ്രയാസങ്ങൾ. എന്നാൽ അന്ന് ദൈവത്തെ വേണ്ടവണ്ണം മഹത്വപ്പെടുത്താൻ നമ്മൾ ശക്തിയിൽ ഉയർക്കും. 4ാമത് എടുത്ത് പറഞ്ഞു, പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. ഇത് ഭയങ്കരമായ ഒരു ചിന്തയാണ്. നാച്ചുറൽ ബോഡി എന്നാൽ അത് സ്പിരിച്വൽ ബോഡിയായിട്ട് ഉയർക്കും. ഇന്ന് നമ്മൾ നാച്ചുറൽ ബോഡി എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ മെയിൻലി ജീവിക്കുന്നത്. എർത്തിലി എൻവയോൺമെന്റ്, ഭൂമിയിലുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കാൻ ഉതകുന്ന ഒരു ശരീരമാണ്. ഈ ശരീരത്തിൽ സ്വർഗത്തിൽ ജീവിക്കാൻ കഴിയില്ല, ഈ ശരീരത്തിൽ ജീവിക്കാൻ കഴിയത്തില്ല. മോശയോട് ദൈവം പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്നെ കണ്ടിട്ട് പിന്നെ നിനക്ക് ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല. ഈ മർത്യ ശരീരത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഈ പ്രാകൃത ശരീരത്തിൽ ദൈവത്തോട് കൂട്ടായ്മയ്ക്ക് ബുദ്ധിമുട്ടാണ്. ഇന്ന് ഈ ശരീരം ആത്മാവ് വസിക്കുന്ന ശരീരം നാച്ചുറൽ ബോഡിയാണ്. ഈ ഭൂമിയോടുള്ള ബന്ധത്തിൽ ഇണങ്ങിച്ചേർന്ന അതോടുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന ഒരു ശരീരമാണ്. ആ ശരീരത്തിനുള്ളിലാണ് ആത്മാവിനെ ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ ബലഹീനതകളുണ്ട്. എന്നാൽ അന്ന് ഈ പ്രാകൃത ശരീരം ആത്മീകമായി മാറിയിട്ട്, സ്പിരിച്വലായി മാറിയിട്ട് അതിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുമ്പോൾ എത്രയോ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എനിക്ക് കഴിയും. എൻ്റെ ചിന്താഗതികളൊക്കെ എത്രയോ മാറും. പലപ്പോഴും നമ്മൾ ഓർക്കുന്നുണ്ട്, ഇപ്പം ചിന്തിക്കാറുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട ചിലരൊക്കെ സ്വർഗത്തിലല്ലേ, എനിക്ക് ദുഃഖം ഉണ്ടാകത്തില്ലേ? നാച്ചുറൽ ബോഡിയിൽ ആ ദുഃഖം ഉണ്ടാകും. ആ നാച്ചുറൽ ബന്ധത്തിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്, എൻ്റെ കുടുംബത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ചിലരൊക്കെ സ്വർഗത്തെ കാണാതിരുന്നാൽ ഇന്ന് ഈ നാച്ചുറൽ ശരീരത്തിൽ ഇരിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് തോന്നും. എന്നാൽ ഈ നാച്ചുറൽ ശരീരം സ്പിരിച്വലായി മാറും. ആ സ്പിരിച്വൽ ശരീരത്തിൽ ആത്മാവ് വസിച്ചു കഴിയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നതും എടുക്കുന്നതൊക്കെ പിന്നെ വേറെ ഒരു ആംഗിളിലാണ്, ആ സ്പിരിച്വൽ ആംഗിളിലാണ്. യേശു ക്രിസ്തു ചിന്തിക്കുന്ന പോലെ, യേശു ക്രിസ്തു കാണുന്ന പോലെ നമുക്കന്ന് അവരെ ചിന്തിക്കുന്നതിനും കാണുന്നതിനും സാധിക്കും. അല്ലെങ്കിൽ നിത്യത മുഴുവൻ നമ്മൾ ദുഃഖിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. നമ്മുടെ ശരീരത്തിൻ്റെ രൂപാന്തരം, ആ വീണ്ടെടുപ്പിനെ പൂർത്തീകരിക്കുമ്പോൾ നാം എങ്ങനെയായിരിക്കും എന്നറിയാമോ? ദൈവദൂതർക്ക് തുല്യരാണ്. ദൈവദൂതന്മാരെ പോലെ ആകുമെന്നല്ല പറഞ്ഞ് ലൂക്കോസിന് സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ നമ്മൾ ദൈവദൂതന്മാരെ പോലെ ആകുമെന്നല്ല പറഞ്ഞത്. 20-ാം അധ്യായത്തിൻ്റെ 34 തൊട്ടുള്ള വാക്യം നോക്കിയാട്ടെ. 34 തൊട്ടുള്ള വാക്യം. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ഈ ലോകത്തിൽ മക്കൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നു. എങ്കിലും ഈ ലോകത്തിൽ മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തിൽ യോഗ്യരായ വിവാഹം കഴിക്കൽ, വിവാഹത്തിന് കൊടുക്കൽ അവർ ഇനി മരിപ്പാൻ കഴിയുകയില്ല. അവർ പുനരുത്ഥാന പുത്രന്മാരാകിയാൽ ദൂത തുല്യരും ദൈവപുത്രന്മാരുമാകും. We will not be the same as angel, but we will be like ദൈവദൂത തുല്യർ. റിസറക്ഷൻ ബോഡി, കംപ്ലീറ്റ് ദ റിഡംഷൻ. ഈ പുനരുത്ഥാന ശരീരമാണ് വീണ്ടെടുപ്പ് പൂർത്തീകരിക്കുന്നത്. ഒരു കാര്യം കൂടി ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ അവിടെ. അതിനുശേഷം ഒരു വിഷയം കൂടെ എടുക്കാനായിട്ട് നോക്കാം. ഈ പുനരുത്ഥാന ശരീരത്തിൽ ഭക്ഷണം കഴിക്കാനൊക്കെ നമ്മൾ ചിന്തിച്ചു. ഈ പുനരുത്ഥാന ശരീരത്തിൽ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു 4 വിധമായ വ്യത്യസ്തമായ രൂപാന്തരങ്ങൾ സംഭവിക്കുകയാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ
ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെട്ടു, അദ്രവത്വത്തിൽ ഉയർത്തു. അപമാനത്തിൽ വിതയ്ക്കപ്പെട്ടു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെട്ടു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെട്ടു, ആത്മീയ ശരീരം ഉയർക്കും. ഈ ഉയർക്കപ്പെട്ട ശരീരത്തിൽ ഇന്നെനിക്ക് ഭക്ഷണം കഴിക്കാം, അന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കുമോ? എന്തെങ്കിലും തെളിവുണ്ടോ? ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഭക്ഷണം കഴിക്കാൻ സാധിക്കും. എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മുടെ കർത്താവ്, നമ്മൾ ഓർക്കണം, ഇന്ന് അവൻ്റെ കല്ലറയിൽ അവനില്ല, കല്ലറയിൽ നിന്ന് പുറത്തു വന്നു. ശരീരം പൂർണ്ണമായി പുനരുത്ഥാനം പ്രാപിക്കുകയാണ്. അതൊരു ഗോസ്റ്റ് അല്ല, നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ ആ വ്യക്തിത്വമാണ്. മാത്രമല്ല, കർത്താവ് കൈകളും കാലുകളും കാണിച്ച് തൊട്ടു നോക്കുവാൻ പറഞ്ഞു. കൂടാതെ നമ്മൾ നോക്കിയാട്ടെ, ലൂക്കോസിന് സുവിശേഷം 24-ാം അധ്യായം, പുനരുത്ഥാനം പ്രാപിച്ച ശേഷം ശിഷ്യന്മാരെ കർത്താവ് കണ്ടുമുട്ടിയപ്പോൾ 24-ാം അധ്യായത്തിൻ്റെ 42-41 നമ്മൾ വായിക്കാം. 42-41, 41 തൊട്ട് വായിക്കാം. അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ചു നിൽക്കുമ്പോൾ അവരോട്, തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കലുണ്ടോ എന്ന് ചോദിച്ചു. അവരൊരു ഖണ്ഡം വറുത്ത മീനും തേൻകട്ടയും അവന് കൊടുത്തു. അത് അവൻ വാങ്ങി അവർ കാൺകെ തിന്നു. വറുത്ത മീനും തേനും കർത്താവ് മേടിച്ച് പുനരുത്ഥാന ശരീരത്തിൽ അവരുടെ മുമ്പിൽ വെച്ച് തിന്നു. 2 മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം, മാത്യു ചാപ്റ്റർ 26, 26-29. എൻ്റെ പിതാവിൻ്റെ രാജ്യത്ത് നിങ്ങളോടും കൂടെ പുതുതായി കുടിക്കും വരെ ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിതാവിൻ്റെ രാജ്യത്തിൽ അവൻ മുന്തിരിവള്ളിയുടെ അനുഭവം വീഞ്ഞ് കുടിക്കും, അവരോട് കൂടെ കുടിക്കും. അപ്പോൾ പുനരുത്ഥാനം പ്രാപിച്ച കർത്താവ് പുനരുത്ഥാനം പ്രാപിച്ചിട്ട് മീനും തേൻകട്ടയും മേടിച്ച് ഭക്ഷിച്ചു. വളരെ വ്യക്തമായിട്ട് കൂടെ പറഞ്ഞു, അവന് അന്ന് പിതാവിൻ്റെ രാജ്യത്തിൽ അവരോടുകൂടെ വീഞ്ഞ് കുടിക്കും. വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട്, അന്ന് അനേകർ വന്ന് അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും കൂടെ പന്തിയിലിരിക്കും, ഭക്ഷണം കഴിക്കും. വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ജയിക്കുന്നവന് ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. നമുക്ക് ഭക്ഷിപ്പാനായിട്ട് സാധിക്കും. ശിഷ്യന്മാർക്ക് കർത്താവിനെ തൊടുവാൻ, അവനോടുകൂടെ ഉറങ്ങുവാൻ ഒക്കെ കഴിഞ്ഞു ഈ ശരീരത്തിൽ വന്നപ്പോൾ. എന്നാൽ പുനരുത്ഥാനം പ്രാപിച്ച ശേഷം അവൻ്റെ ശരീരത്തെ അവർ തൊട്ടു നോക്കി. ആ ശരീരത്തിൽ അവൻ ഭക്ഷിക്കുന്ന കണ്ടു. നമുക്കും പുനരുത്ഥാന ശരീരത്തിൽ ഭക്ഷിപ്പാനായിട്ട് സാധിക്കും. ഇനിയും അതുള്ള ബന്ധത്തിൽ നമ്മൾ ഓർക്കണം, ആ പുനരുത്ഥാനത്തിൽ ശരീരത്തിൽ, സ്വർഗീയ ശരീരത്തിൽ നമ്മൾ ഓർക്കണം, ദർ ഇസ് എ ഡിസ്കണ്ടിന്യൂറ്റി ആൻഡ് ദർ ഇസ് എ കണ്ടിന്യൂറ്റി. പഴയ നമ്മളെ വേദനിപ്പിക്കുന്നതെല്ലാം, രോഗങ്ങളും ബലഹീനതയും ഒക്കെ വിട്ടുപോകുന്നു. എന്നാൽ ആ ശരീരത്തിനൊരു കണ്ടിന്യൂറ്റി ഉണ്ട്. ആ വിത്ത് വിതച്ചിട്ട് അതിൽ നിന്നൊരു കണ്ടിന്യൂറ്റി ഉള്ളതുപോലെ ഒരു കണ്ടിന്യൂറ്റി മുന്നോട്ട് കാണാൻ പോകും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഞാനും ചോദിച്ചുകൊണ്ട് നടന്ന ഒരു കാര്യം. സ്വർഗത്തിൽ ഇപ്പോൾ വിശുദ്ധന്മാരുണ്ട്, നമ്മളെ വിട്ടുപോയ ഒരുപാട് പേരുണ്ട്. അവർക്ക് നമ്മളെ കാണാൻ കഴിയുമോ? സ്വർഗത്തിലിരിക്കുന്ന വിശുദ്ധന്മാർക്ക് നമ്മളെ കാണാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ അങ്കുരിക്കാറുണ്ട്. തിരുവചനത്തിൽ എന്തെങ്കിലും മറുപടി ഉണ്ടോ എന്ന് ഞാൻ ആകെ തപ്പി നോക്കി. പലരോടും ഞാൻ പോയി ചോദിച്ചു നോക്കി. മറുപടി വ്യക്തമായിട്ട് ആരും എനിക്ക് തന്നില്ല. പക്ഷെ ഞാനൊരു മറുപടി കണ്ടുപിടിച്ചത് ഞാൻ പറയാം. ഞാൻ വിശ്വസിക്കുന്ന പറയുന്നത്, നിങ്ങളത് അംഗീകരിക്കണമെന്നില്ല. എബ്രായർ ലേഖനം 12-ാം അധ്യായം എടുത്താട്ടെ. മരിച്ചുപോയവർക്ക് നമ്മളെ കാണാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം. എബ്രായർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. Wherefore, seeing we are also compassed about, നമ്മുടെ ചുറ്റും വലിയൊരു സമൂഹം നിൽക്കുന്നു, അതുകൊണ്ട് എന്ന് പറയാം. വേദപുസ്തകത്തിൽ വിശുദ്ധന്മാരെ പലതിനോടും ഉപമിച്ചിട്ടുണ്ട്. ഫിഗർ ഓഫ് സ്പീച്ചസ്. നമ്മൾ ദൈവത്തിൻ്റെ ആടുകളാണ്, ദൈവത്തിൻ്റെ ഭവനമാണ്, ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ കൃഷിയാണ്, ഇങ്ങനെ ഒരുപാട്, അവൻ്റെ മണവാട്ടിയാണ്, പലതും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്
നമ്മൾ നോക്കണം, ഇവിടെ പറഞ്ഞിരിക്കുന്നത് വി ആർ എസ് ആൻ അത്ലറ്റ്. നമ്മളൊരു ഒരു അത്ലറ്റാണ്, ഒരു ഓട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ അത്ലറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ലക്ഷ്യത്തിലേക്ക്, ഒരു ട്രോഫിക്ക് വേണ്ടി ഓടുകയാണ്. പഴയ റോമൻ ആംഫി തിയേറ്റേഴ്സ് കണ്ടിട്ടുള്ളവർക്കറിയാം. ഞാൻ കണ്ടിട്ടുണ്ട് പഴയ റോമൻ തിയേറ്റേഴ്സ്. ഇങ്ങനെ ഈ തിയേറ്റർ ഇങ്ങനെയാണെങ്കിൽ ഇവിടെയാണ് ഓടുകയും കളികളൊക്കെ. പിന്നെ ഇങ്ങനെ റോസ് ആൻഡ് റോസ് ഇങ്ങനെ കെട്ടിക്കളത്തിരിക്കുക. ആളുകൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ആളുകളെ ഈ ഓടുന്നവരെ നോക്കിക്കൊണ്ടിരിക്കുക. പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന അതേ ചിത്രമാണ്. സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവം വിട്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഇത് പറയുമ്പോഴേ ആരാ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നേ? 11-ാം അധ്യായം രേഖപ്പെടുത്തിയിട്ട് അതിനെ കണക്ട് ചെയ്യാണ് 12-ാം അധ്യായം. ആകയാൽ therefore 11-ാം അധ്യായത്തിൽ ആരെക്കുറിച്ചാണ് പറഞ്ഞേ? മരിച്ചുപോയ വിശ്വാസവീരന്മാരുടെ പട്ടിക നിരത്തി വെച്ചിരിക്കുക 11-ാം അധ്യായം. അതിനെ കണക്ട് ചെയ്തിരിക്കുകയാണ് 12-ാം അധ്യായം. therefore ആകയാൽ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. ഒരു ഓട്ടക്കളത്തിൽ അല്ലെങ്കിൽ റോമൻ ആംഫി തിയേറ്ററിൽ അരീനയിൽ ഓടുന്ന ദൈവമക്കളായ നമ്മളെ നോക്കിക്കൊണ്ട് ഇവർ നിൽക്കുന്നതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വേർഫോർ എന്നുള്ളത് ഈ വിശ്വാസ വീരന്മാരുടെ പേരുകൾ നിരത്തി വെച്ച ശേഷമാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് മുമ്പായി കടന്നുപോയ ഹാനോക്ക്, നോഹ, അബ്രഹാം, യാക്കോബ്, ഗിദെയോന്, ശിംശോന്, വലിയ വലിയ വീരന്മാരുടെ പേരുകളുണ്ട്. അവരെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണോ? ആണ് എന്ന് ഈ വാക്യത്തിലൂടെ ചിന്തിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇത് മറിച്ചും ഒരു ധാരണയുണ്ട്. നല്ല പണ്ഡിതന്മാരുടെ ഇടയിൽ വളരെ പ്രസിദ്ധന്മാരായ ആളുകൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നുണ്ട്, കാണാൻ സാധിക്കും. എന്നാൽ മറ്റു വാക്യങ്ങളൊന്നും അതിന് ഉപോത്ബലകമായി തരാനായിട്ട് വേദപുസ്തകത്തിൽ തപ്പിയിട്ട് എനിക്കില്ല. പക്ഷേ ഇത് പലപ്പോഴും ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ ജീവിതം കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ജീവിക്കാൻ എന്നെ അനുവദിക്കുന്നു. എൻ്റെ ഫാദറും എന്നെ വിട്ടുപോയ എൻ്റെ ഗ്രാൻഡ് ഫാദേഴ്സൊക്കെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലേ, ഒന്ന് ആലോചിച്ച് നോക്കി, വിശുദ്ധന്മാരുടെ അവരൊക്കെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലേ എൻ്റെ ചെയ്തികളും ഞാൻ പലപ്പോഴും ഓർക്കും. ഒരുപക്ഷെ അവർ സന്തോഷിക്കും ഞാനിങ്ങനെ കർത്താവിൻ്റെ വേലയൊക്കെ ചെയ്യുമ്പോൾ. അവരുടെ മനസ്സ് വളരെ ഒരുപക്ഷെ സന്തോഷിക്കുമെന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. യെസ്, ഈ വാക്യം നമ്മെ വളരെ ഉത്സാഹിപ്പിക്കേണ്ട കാര്യമാണ്. കാരണം നമുക്കറിയാം, ഞാനും കളികൾക്കൊക്കെ പങ്കെടുത്ത് അദ്ദേഹം ഒരു വലിയ സ്പോർട്സ്മാൻ ആയിരുന്നു. സ്പോർട്സ് ആളുകൾക്കറിയാം, ആ കളിക്കളത്തിലോട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ ഈ ചുറ്റും നിൽക്കുന്നവരുടെ കരഘോഷവും അവർ ശ്രദ്ധിക്കുന്ന കാണുമ്പോൾ ഒരു ആവേശമാണ്. നമ്മളെ ഈ വിശുദ്ധന്മാർ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ആവേശത്തോടെ മുന്നോട്ട് പോകണം. അപ്പോൾ ആശ്ചര്യമായി നമ്മളെ കാണുന്നെന്നുള്ളത് ചിന്തിക്കുന്നുണ്ട്. M.R. ഡീഹാൻ എന്ന് പറയുന്ന ദൈവദാസൻ ഇങ്ങനെ പറയുകയുണ്ടായി, ഇവിടെ ഒരു പാപി രക്ഷിക്കപ്പെടുമ്പോൾ, ലൂക്കോസിന് സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഒരു പാപി രക്ഷിക്കപ്പെടുമ്പോൾ ദർ ഈസ് ജോയ്. ആ വാക്യം ഒന്ന് നോക്കാം. ലൂക്കോസ് 15-ന്റെ 7-ാമത്തെ വാക്യം. 15-ന്റെ 7-ാം വാക്യം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. 15-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഭാവിയെക്കുറിച്ച് സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും. 10-ാം വാക്യം, ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും. ദൈവദൂതന്മാർ സന്തോഷിക്കുന്നതെന്നല്ല പറഞ്ഞ് M.R. ഡീഹാൻ പറയുന്നത്, ദൈവദൂതന്മാർ സന്തോഷിച്ചെന്നല്ല പറഞ്ഞത്, ദൈവദൂതന്മാരുടെ മധ്യത്തിൽ സന്തോഷമെന്ന. ഇറ്റ് ഈസ് എ ജോയ് ഇൻ ഹെവൻ. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഒരു കാര്യം തീർച്ചപ്പെടുത്താം, ഇവിടെ ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ മാനസാന്തരപ്പെടുന്ന സ്വർഗം അറിയുന്നു. ദൈവദൂതന്മാർ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഒരു കാര്യം എനിക്കറിയാം, ദാനിയേലിന്റെ പ്രവചനം നമ്മൾ പഠിച്ചപ്പോൾ ഞാൻ നോട്ട് ചെയ്ത്, വേണേ ഒന്നുകൂടെ ശ്രദ്ധിച്ചാട്ടെ. ദാനിയേലിന്റെ പുസ്തകം, ആ ദാനിയേൽ പ്രവചനം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഒന്നിച്ച് ധ്യാനിച്ചതാണ് വർഷങ്ങൾക്ക് മുമ്പ്. അവിടെ വളരെ ചിന്തിപ്പാനായിട്ട് ഇടയാക്കി തീർത്തൊരു കാര്യം പറയാം. ഇതൊക്കെ നമ്മളെ അങ്ങോട്ട് ഓരോ ദിവസവും, പ്രിയ വിൽസം ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ ഓർത്ത പോലെ, ഓരോ നിമിഷവും കർത്താവിന് വേണ്ടി ജീവിക്കാൻ നമ്മളെ ഉത്സാഹിപ്പിക്കേണ്ട കാര്യങ്ങൾ. 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം നോക്കിയാട്ടെ. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. കിടക്കയിൽ
എനിക്കുണ്ടായ ദർശനത്തിൽ ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ഇംഗ്ലീഷ് ബൈബിൾ ആരുടെ കയ്യിൽ എങ്ങനെ ഉണ്ടെങ്കിൽ നോക്കിയോ. ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ, എ വാച്ചർ, എ ഹോളി വൺ. ആ ദൂതൻ എന്നുള്ള എഴുതിയിരിക്കുന്നത് എന്തോ? വാച്ചർ, വൺ ഹു ഈസ് വാച്ചിങ്. 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്തിന്മേൽ വാഴുകയും അതിനെ തനിച്ച് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരുടെ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നുവെന്ന് ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയുമാകുന്നു. ഇറ്റ് ഈസ് ബൈ ദ ഡിഗ്രി ഓഫ് വാച്ചേഴ്സ്. വലിയവനായ രാജാവ് നെബൂഖദ്നേസർ 7 വർഷം കാളയെ പോലെ പുല്ല് തിന്നണം. ആരാ പറഞ്ഞത്? ഇറ്റ് ഈസ് ബൈ ദ ഡിഗ്രി ഓഫ് വാച്ചേഴ്സ്. ഈ ദൂതന്മാരുടെ വിധിയാണെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൂതന്മാരുടെ വിധിയാണ്. വീണ്ടും 4:23, ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ, എ വാച്ചർ, എ ഹോളി വൺ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു കാര്യം തീർച്ചയാണ്, ദൂതന്മാരെ നമ്മളെ വാച്ച് ചെയ്യുന്നു. അല്ലെങ്കിലും നമ്മൾ തിരുവനന്തപുരത്തിൽ അറിയാം, അവർ നമ്മുടെ സേവകാത്മാക്കളാണ്. ഇവിടെ മാനസാന്തരപ്പെടുമ്പോൾ ഒരു ഭാവി സ്വർഗദൂതന്മാരുടെ മധ്യത്തിൽ സന്തോഷമുണ്ട്. ദർ ഇസ് ജോയ് ഇൻ ഹെവൻ. ഈ ഭൂമിയിൽ നടക്കുന്ന പല സംഭവങ്ങളും ദൈവം എന്തിനായത് വെളിപ്പെടുത്തിയത്? ഇറ്റ് ഈസ് ബൈ ദ ഡിഗ്രി ഓഫ് വാച്ചസ്. പഠിച്ചു നമ്മൾ ദൂതന്മാരെ കുറിച്ച്. ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്ക് അല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. അപ്പോൾ ഈ ലോകത്തെ ആർക്കാണ് കീഴ്പ്പെടുത്തിയത്? ദൂതന്മാർക്കാണ്. വെളിപാട് പുസ്തകം പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു, സൂര്യന്റെ മേൽ അധികാരമുള്ള ദൂതൻ, വായു പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ദൂതൻ, ജലാധിപതിയായ ദൂതൻ, ഭൂമിക്ക് ചൂട് കൂടുതൽ കൊടുക്കുന്ന ദൂതൻ. അപ്പോൾ പ്രപഞ്ചശക്തികളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ദൂതന്മാർ മനുഷ്യനെ ഇവിടെ വാസയോഗ്യമാക്കി തീർത്ത് പൈശാചികന്റെ കയ്യിൽ നിന്നവനെ സൂക്ഷിച്ച് മനുഷ്യനെ വസിപ്പാൻ ഉതകുന്ന വിധത്തിൽ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ദൂതന്മാർ. ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. അപ്പോൾ വാച്ചേഴ്സ്, they are watching at us. നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് ആലോചിച്ച് നോക്കിയേ. സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും. ദൂതന്മാർ നമ്മളെ ശ്രദ്ധിക്കുന്നു. ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ, എഫീഷ്യൻസ് ചാപ്റ്റർ 3, എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 19 വാക്യം. എഫീഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 10 and 11. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 19 വാക്യം. അവിടെ നമ്മൾ വായിക്കും, അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. ആ വാക്യം കണ്ടോ? സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ജ്ഞാനം എങ്ങനെ അവരറിയുന്നത്? സഭ മുഖാന്തരം. സഭ മുഖാന്തരം അറിയുകയാണ്. സഭയെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. സഹോദരിമാരെ തലമൂടിയിരിക്കണമെന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. അവിടെ വായിക്കുന്നത്, സ്ത്രീകൾ എന്തിനാ തലമൂടിയിരിക്കാൻ പറഞ്ഞത്? ദൂതന്മാരെ ആദരിച്ച് ശിരോവസ്ത്രം അണിയണമെന്ന് പറഞ്ഞു. KCBC ഭാഷാന്തരത്തിൽ ദൂതന്മാരെ ആദരിച്ച് സ്ത്രീകൾ ശിരസിൽ ശിരോവസ്ത്രം അണിയണം. എന്തിനാ ദൂതന്മാരെ ആദരിച്ച് ശിരസിൽ ശിരോവസ്ത്രം അണിയേണ്ടത്? അവർ അറിയാം, അവര് മനസ്സിലാക്കുകയാണ്, ഈ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ അടയാളമായി, സഭ ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് അവരുടെ ശിരസിൽ ആ വസ്ത്രം ധരിച്ചിരിക്കുന്നത്. അവർ നോക്കി പഠിക്കുകയാണ്, നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റൊരു ഇതിനെക്കുറിച്ചൊരു ഇൻ്റർപ്രിറ്റേഷൻ ഉള്ളത്, ക്ലൗഡ്സ് ഓഫ് വിറ്റ്നസ്സസ്, സാക്ഷികളുടെ വലിയ സമൂഹം, കടന്നുപോയവരുടെ റെക്കോർഡ്സുകൾ നമുക്ക് വേണ്ടി സാക്ഷ്യം പറയുന്നത് കൊണ്ട് നമ്മൾ എന്ന് പറഞ്ഞാൽ ആക്ഷരികമായി കാണുകയല്ല, ഒരു വലിയ റെക്കോർഡ് മുന്നവച്ചിരിക്കുന്നത് നമ്മളെ അവർ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ പ്രതീകമായി അത് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവർ. ഏതായാലും ഒരു കാര്യം നമുക്കറിയാം, നമ്മുടെ ജീവിതം വിലപ്പെട്ടതാണ്. നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതം വിലപ്പെട്ടതാണ്, നമ്മുടെ വ്യക്തിത്വം തുടരുന്നതാണ്. നമ്മൾ എത്രയോ കരുതി ജീവിക്കണം, എത്രയോ കരുതി ജീവിക്കണം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അവിടുത്തെ സ്തുതിക്കുന്നു.
ഞങ്ങളുടെ ജീവിതം വിലപ്പെട്ടതാണ് എന്ന് ഞങ്ങൾ ഓർക്കുകയാണ്. സൃഷ്ടാവായ ദൈവം ഞങ്ങളെ സൃഷ്ടിച്ച് ഞങ്ങൾക്കൊരു വ്യക്തിത്വം തന്നു. ആ വ്യക്തിത്വം ഒരിക്കലും നഷ്ടപ്പെടുന്നതല്ല. അത് കുറച്ചുകൂടെ നന്നായി തീരുന്ന വ്യക്തിത്വമായി പുനരുത്ഥാനത്തിൽ തീരും. പുനരുത്ഥാനം എന്നുള്ളത് മനുഷ്യന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്നാൽ തിരുവനന്തപുരത്തിലൂടെ ഞങ്ങൾ ഓർത്തതുപോലെ ഗോതമ്പുണി വിതയ്ക്കുമ്പോൾ അത് ചത്ത ശേഷം ആ വിത്തല്ല, അതുപോലൊരു വിത്ത് അതിൽ നിന്ന് കിളുത്തു വരുമ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയും ഡിസ്കണ്ടിന്യൂറ്റിയും ഉണ്ടെന്ന് ഓർത്ത പോലെ ഞങ്ങളുടെ പുനരുത്ഥാനത്തിൻ്റെ മഹത്വം ഞങ്ങൾ ഓർക്കുകയായിരുന്നു. ഞങ്ങളുടെ കർത്താവ് പുനരുത്ഥാനം പ്രാപിച്ച് 40 ദിവസം ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ പഴയ ബന്ധങ്ങളൊന്നും അറ്റുപോയില്ല, മറന്നുപോയില്ല. ദെയർ വാസ് എ കണ്ടിന്യൂറ്റി. മറിയ എന്ന് പേര് വിളിച്ചപ്പോൾ അതിൻ്റെ പുറകിലുള്ള വികാരം ഞങ്ങൾ ഓർക്കുകയാണ്. തോമസിൻ്റെ അടുക്കൽ ചെന്ന് കൈ നീട്ടുവാൻ ആവശ്യപ്പെട്ടു. പത്രോസിൻ്റെ അടുക്കൽ ചെന്ന് അവൻ തള്ളിപ്പറയുമെന്നുള്ളത് അറിഞ്ഞ കർത്താവ് 3 പ്രാവശ്യം അവനോട് സംസാരിച്ചപ്പോൾ കർത്താവെ, ആ പഴയ ബന്ധങ്ങൾ തുടരുന്നത് ഞങ്ങൾ ഓർത്തതുപോലെ സ്വർഗത്തിൽ കടന്നു ചെല്ലുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് തിരിച്ചറിയുവാനും, ഞങ്ങൾക്ക് ഓർത്തതുപോലെ ഞങ്ങൾ മരിക്കുമ്പോൾ തൻ്റെ ജനത്തോട് ചേർന്നെന്ന് രേഖപ്പെടുത്തിയ പോലെ ഞങ്ങളുടെ ജനമെന്ന് പറയുവത്തക്കവണ്ണം ഞങ്ങൾക്കൊരു കൂട്ടായ്മയും കുടുംബവും ഒക്കെ ഞങ്ങൾക്ക് തന്നിരിക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം. എത്ര വലിയ ബന്ധം, എത്ര വലിയ സ്നേഹം, എത്ര വലിയ പ്രത്യാശ. കർത്താവെ, നീ തന്നിരിക്കുന്ന ജീവിതത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതം ഓരോ നിമിഷവും എത്ര വിലപ്പെട്ടതാണ്. ഞങ്ങൾ ഓർത്തതുപോലെ അവിടുന്ന് വരുമ്പോൾ താഴ്ചയുള്ള ശരീരത്തെ അവിടുത്തെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തും. ഞങ്ങൾ മരിച്ചു പോവുകയാണെങ്കിലും ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഞങ്ങൾക്ക് ഉത്തമമായത് തരുവാൻ അങ്ങ് കരുതിയിട്ടുണ്ട്. ഞങ്ങളത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഓർത്തതുപോലെ വിട്ടുപിരിഞ്ഞാൽ ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരികയാണ്. ഭയപ്പെടുവാൻ ഒന്നുമില്ല കർത്താവേ, അങ്ങ് അതെല്ലാം ഞങ്ങൾക്ക് സാധിപ്പിച്ചെന്നത് ഓർത്ത് സ്തോത്രം. ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിച്ച് ധന്യരായി സന്തോഷമുള്ളവരായി നിനക്ക് മഹത്വം കരയറ്റിക്കൊണ്ട് ജീവിപ്പാൻ തുടർന്ന് ഞങ്ങളെ സഹായിക്കണം. ഇന്ന് കൂട്ടിക്കൊണ്ടുവന്ന എല്ലാവരെയും ദൈവസന്നിധി തരുന്നു. അനുഗ്രഹിക്കണമേ. ഞങ്ങളെ സമാധാനത്തോടെ ഭവനത്തിലെത്തിക്കണമേ. ഇനിയും കടന്നു വരുവോളം നിന്റെ വിരിക്കപ്പെട്ട ചിറകിൽ ഞങ്ങളെ സൂക്ഷിക്കണം. നീ മഹത്വം എടുക്കണം കർത്താവായ